അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ദ്വീപ് സമൂഹങ്ങളുടെ ശിഷ്യ ഏകദൈവ ആരാധനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സലഫികളുടെ ഒരു വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സമഗ്ര വശങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു മഹാസമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വൈകുന്നേരം ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ആ സമ്മേളനത്തിൽ വ്യത്യസ്തങ്ങളായ ചിന്തകൾ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. മാലിക് സലഫിയുടെയും ഫദലുൽ ഹഖ് ഉമരിയുടെയും സംസാരം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ സംബന്ധിച്ചും ബിദ്അത്തുണ്ടാക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ചും ഗഹനമായി സമയം പരിമിതമാണെങ്കിലും ചിന്തിക്കുന്നവർക്ക് ആഴമേറിയ ചിന്തകൾ നൽകിക്കൊണ്ടാണ് കടന്നുപോയത്. സവാദ് സലഫിയാകട്ടെ, ഇസ്ലാം സമാധാനമാണ് ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നും സമാധാനത്തിന് വിരുദ്ധമായ ഒരു സമീപനം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ ഇല്ല എന്നും ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ, നമ്മുടെ ഈ കടമത്ത് ദ്വീപിൽ, ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ദ്വീപുകളിലെല്ലാം മുസ്ലിങ്ങളാണ് മഹാഭൂരിപക്ഷം. എന്നാൽ മറ്റ് മത സമൂഹങ്ങളിൽ നിന്ന് പലരും ഇവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് ഈ സമ്മേളനം നടക്കുമെന്ന് തന്നെ ഞാൻ ഇതുവഴി ടൂ വീലറിൽ 1-2 തവണ യാത്ര ചെയ്തപ്പോൾ അവരവരുടെ വീടുകളിലിരുന്ന് മുസ്ലിങ്ങളായ ആളുകൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ അതിലുള്ള പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളെങ്കിലും ഓരോ ഓരങ്ങളിലിരുന്ന് മൊബൈലുകളിലും മറ്റ് സംസാരങ്ങളിലുമായി അവരുടെ വിലപ്പെട്ട അള്ളാഹു അവർക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തായ സമയത്തെ അവർ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം, ഇവിടെ വന്നിട്ടുള്ളവരോടും ഇതിൻ്റെ സംഘാടകരോടും ഇതിലെ പങ്കാളികളായവരോടും വളരെ ഗൗരവമായി, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകാൻ പറഞ്ഞ ആളുകൾ, ആ ആളുകളെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചക തിരുമേനി പറഞ്ഞിട്ടുള്ള വചനം സഹീഹുൽ ബുഖാരിയിലൊക്കെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള മഹത്തായ ഒരു തിരുവചനമാണ്. അവിടെ റസൂലുള്ളാഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്നാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. എല്ലാവരും കേട്ടിട്ടുള്ള വചനമാണ്. ഒന്നെല്ലാവരും ആലോചിക്കണം. ഒരു യാത്രയിൽ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും നമുക്ക്. ആ ലക്ഷ്യങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ ഉദ്ദേശം ലക്ഷദ്വീപിലെത്തുക, ഇന്ന സ്ഥലത്തെത്തുക, അവിടെ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, എനിക്കൊരു കുടുംബക്കാരനുണ്ട്, അവരെ കാണലാണെങ്കിൽ, അവരുടെ കൂടെ ഇരിക്കലാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയവരോട് പറഞ്ഞല്ലോ, ലിദ്ദുനിയ യുസീബുഹാ ഔ ഇംറഅത്തിൻ യൻകി. അതായത് നബിയുടെ കൂട്ടത്തിൽ അത്തരം ആളുകൾ അവർ പറഞ്ഞിട്ടില്ലേ അവരുടെ മനസ്സിലെ ഉദ്ദേശം, നബിയെ ഞങ്ങൾ പോണത് ചില സ്ത്രീകളുണ്ട്, അവരെ നിക്കാഹ് ചെയ്യാനാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ദുനിയാവിലെ ചില ലക്ഷ്യങ്ങളാ വെച്ച്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവ്യബോധനം വഴി ആ കാര്യം ലോകത്തെ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മളിവിടെ വളരെ കുറഞ്ഞ ആളുകളെ, വളരെ വലിയ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് മനുഷ്യന്റെ ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ വലാകിന്ന അക്സറന്നാസി ലാ യഅഖിലൂൻ
വലാകിന്ന അക്സറന്നാസി ലാ യശ്ഉറൂൻ. 3 ആയത്തും അവസാനിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലാണ്. 3 ആയത്തും അവസാനിക്കുന്നത് ഖുർആനിലെ 30-ാം അധ്യായം 30-ാമത്തെ വചനമാണ് ഞാൻ ആദ്യം പറഞ്ഞു. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അത് തന്നെ ഖുർആനിലെ മറ്റൊരു സ്ഥലത്ത് കാണാൻ സാധിക്കും. സൂറത്ത് റൂമിലെ 30-ാമത്തെ വചനമാണ് ഇവിടെ ഞാൻ പറയുന്നത്. വേറെ ഒരു സ്ഥലത്ത് ഖുർആനിലെ 34-ാം അധ്യായം 28-ൽ പറയുന്നത് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ ദ്വീപിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന സാധാരണക്കാരായ നല്ലവരായ കാര്യമറിയാത്തതിന്റെ പേരിൽ തെറ്റിപ്പോയ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ, വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും അറിയുകയില്ല, മനസ്സിലാക്കുകയില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅഖിലൂൻ. മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുകയില്ല. വലാകിന്ന അക്സറന്നാസി ലാ യശ്ഉറൂൻ. മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും നന്ദി കാണിക്കുകയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസംഗം ചെയ്തു. ലൊഹർ വരെ അത് നീണ്ടു നിന്നു. സഹാബത്തൊക്കെ ലൊഹർ വരെ അത് കേട്ടു. ലൊഹറിന് ശേഷം നിസ്കരിച്ചു. വീണ്ടും പ്രവാചക തിരുമേനി പ്രസംഗിച്ചു. അസർ വരെ അത് നീണ്ടു. അന്ന് ഫുള്ളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. ഒരു വിടവാങ്ങൽ പ്രാസംഗികന്റെ പ്രസംഗം പോലെ സഹാബത്ത് ഭയചകിതമായി നിന്നു. ബിദ്അത്തിനെ കുറിച്ച് പ്രവാചകൻ ആ സംസാരത്തിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ചില ആളുകൾ നിൽക്കുന്നത് ഇരുട്ടിലാണെങ്കിലും ഞാൻ കാണുന്നുണ്ട് ദൂരെ. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ആദർശ കൂട്ടായ്മയെ, അതായത് ഞങ്ങളെ ബിദ്അത്തുകാരെന്നോ അല്ലെങ്കിൽ പിഴച്ചവരെന്നോ എന്നൊക്കെ വിശ്വസിക്കുന്നവരായിരിക്കും. എന്നാൽ നിങ്ങൾ ശാന്തമായി ഇവിടെ വന്ന് കസേരയിരുന്ന് കേൾക്കുകയാണെങ്കിൽ ആരും നിങ്ങളെ വിമർശിക്കുകയില്ല. നിങ്ങൾക്ക് കേൾക്കാം, ഇഷ്ടമാണോ സ്വീകരിക്കാം, അല്ലയോ നിങ്ങൾക്കതിനെ റിജക്റ്റ് ചെയ്യാം, തള്ളിക്കളയാം. കേട്ടതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ഞാനിവിടെ ഫദ്ലഖ് ഉമരിയുടെയും അതിനു മുമ്പ് നടന്ന പ്രസംഗങ്ങളും എല്ലാം നിങ്ങളെപ്പോലെ വിവിധ കോണുകളിൽ നടന്ന് ഞാനത് ചിന്തിക്കുകയും കേൾക്കുകയുമായിരുന്നു. അവിടെയൊക്കെ നമ്മൾ അറിയേണ്ട വളരെ പ്രധാനമായ കാര്യം, എത്ര ആയത്തുകൾ ഉദ്ധരിച്ചു ഇവിടെ, എത്ര ഹദീസുകൾ ഉദ്ധരിച്ചു ഇവിടെ, എത്ര ഇബാറത്തുകൾ ഉദ്ധരിച്ചു ഇവിടെ, എത്ര ചരിത്രങ്ങൾ ഉദ്ധരിച്ചു ഇവിടെ, എത്ര സംഭവങ്ങൾ ഇവിടെ വിശദീകരിച്ചു. ഞാൻ ഇന്നലെ ഇവിടുത്തെ പ്രസംഗം കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഒരു ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുകയുണ്ടായി. AP സുന്നികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ശിർക്ക് സ്ഥാപിച്ചുകൊണ്ടും മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗം ചെയ്തു. ഞാനത് അവിടെ നിന്ന് കേട്ടു. സ്റ്റേജിന്റെ തൊട്ടടുത്ത് അല്പസമയം തന്നെ ഞാൻ ആ പ്രസംഗം കേട്ടു. ഇൻഷാ അല്ലാഹ് ആ പ്രസംഗത്തെ കുറിച്ച് പറയേണ്ടതുണ്ട്, വിശദീകരിക്കേണ്ടതുണ്ട്. അത് ഇന്ന് വേണമോ നാളെ വേണമോ എന്നതിൽ എനിക്ക് ആശങ്കയുമുണ്ട്. ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു സന്ദർഭത്തിൽ നാളെ ഇൻഷാ അല്ലാഹ് എന്റെ വിഷയം അതാണ്, മരണം. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമൂത് ഫീ മനാമിഹാ. എവിടെ വെച്ചാ നമ്മൾ മരിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. നാളെ എന്താ സംഭവിക്കുക അതും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മരണം, നമ്മൾ ഇന്ന് കിടന്നുറങ്ങുമ്പോൾ ചിലപ്പോ ആത്മാവിനെ അള്ളാഹു പിടിക്കുമല്ലോ. ആ ആത്മാവ് അള്ളാഹു വിട്ടു തന്നില്ലെങ്കിൽ നാം മരിച്ചവരായിട്ട് ലോകം നമ്മളെ പ്രഖ്യാപിക്കും. നമ്മളെ കൊണ്ടുപോയി പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ നമ്മളെ ഖബറടക്കും. ഞാനും നിങ്ങളുമൊക്കെ ഏകാന്തമായി അവിടെ ചെന്ന് കിടക്കേണ്ടി വരും. ആ ഖബറിൽ നമ്മൾ ചെന്ന് കിടക്കേണ്ടി വരും. അന്ന് അള്ളാഹുവിന്റെ മാലാകമാർ നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കും. നമുക്ക് രക്ഷപ്പെടണ്ടേ? നമുക്ക് അള്ളാന്റെ കോടതിയിൽ വിജയിക്കണ്ടേ? അതിന് ഏറ്റവും നല്ല മാർഗമാണ് ഇവിടെ പറയുന്നത്. ഞാൻ എൻ്റെ ആമുഖമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ നിങ്ങളെ എൻ്റെ വിഷയത്തിലേക്ക്, ഞാൻ അധികം ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചിന്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഏറെ ഇവിടെ സംസാരിക്കപ്പെട്ട് കഴിഞ്ഞു വ്യത്യസ്ത വിഷയങ്ങളിൽ. നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ, ഹാരിസ് ബിൻ സലീം സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞ ഒരു വാചകം തുടക്കത്തിൽ തന്നെ, നിങ്ങൾ അവതരിപ്പിക്കുന്ന പോലെ ഈ വിഷയം കേട്ട ആരും നിങ്ങളെ വിഷയത്തിൽ ആകൃഷ്ടരായി പോവും എന്ന് പറഞ്ഞല്ലോ. ആ ആകൃഷ്ടത നമ്മുടെ പ്രത്യേകതയല്ല. ആ ആകൃഷ്ടത ഖൈറുൽ കലാമി കലാമുല്ലാ എന്ന ഖുർആനിന്റെ പ്രത്യേകതയാണ്, ഹദീസിന്റെ പ്രത്യേകതയാണ്. ഞാൻ നിങ്ങളോടെല്ലാം പറയാം, എവിടെ വന്നു, ഇവിടുത്തെ പള്ളിയിൽ വന്നു, നിസ്കരിച്ചു, മറ്റു പല ഭാഗങ്ങളിലെ ആയിപ്പോയി, ഇതൊന്നും കേട്ടില്ല എങ്കിൽ നമ്മൾ വലിയ നഷ്ടക്കാരാണ്. പലപ്പോഴും സംഭവിക്കുന്ന അതാണ്. അങ്ങും ഇങ്ങും ചെതറി നടക്കും, അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ചിന്തിക്കും, ഇവിടെ പറഞ്ഞത് എന്താന്ന് കേൾക്കാൻ കഴിയില്ല. അത് ഏത് കാലത്തും വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നബിയെ, താങ്കളുടെ ഓഡിയൻസിലെ പലരും താങ്കളെ നോക്കി നിൽക്കുന്നത് കണ്ടാൽ താങ്കൾ വിചാരിക്കും ഒരു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയാണ് എന്ന്. അവരെ ജസദ് മാത്രമേ, ശരീരം മാത്രമേ ഇവിടെയുള്ളൂ, അവരുടെ കേൾവിയും കാഴ്ചയും മറ്റെവിടെയോ ആണ് എന്ന് പറയുന്നുണ്ട്. ഈ കസേരയിൽ ഇരുന്നുകൊണ്ടും കാര്യമില്ല എന്നർത്ഥം.
നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഓരോ വാചകങ്ങൾ, ഓരോ പരാമർശങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കണം. മഹാനായ അബൂ ത്വല്ലത്തുൽ അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോൾ 2 കൈകളും താടിക്ക് കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി നിൽക്കും. എല്ലാവരും പിരിഞ്ഞു പോയാലും അബൂ ത്വല്ലത്തുൽ അൻസാരി ബിംബാരാധകനായിരുന്നു. മരം കൊണ്ട് ബിംബമുണ്ടാക്കി അതിനെ ആരാധിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് പിരിഞ്ഞാലും നബിയുടെ മുഖത്ത് നോക്കി അദ്ദേഹം നോക്കും. അബൂ ത്വല്ലത്തുൽ അൻസാരിയോട് റസൂലുള്ളാഹി ചോദിക്കും, അബൂ തൽഹ പോണ്ടേ, എന്താ പോകാത്തത്? പറയും, നബിയെ ഞാൻ ജാഹിലിയത്തിലായിരുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഈ ഇൽമാണ് എന്റെ ജീവിതത്തിന്റെ, എന്റെ മാതാപിതാക്കളെ തെണ്ടമായി തന്ന് പ്രായച്ചിത്തമായി തന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കും, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഇവിടെ നടന്ന എല്ലാ ചർച്ചകളും. ഞാൻ അതിനെ ഒരു മൊത്തത്തിൽ ആ വിഷയവുമായി ഉൾക്കൊണ്ടൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ. അതാണ് എന്റെ വിഷയം. ഞാൻ ആറ്റിക്കുറുക്കി പറയുകയാണ്. എത്ര സംസാരിച്ചാലും ലോകത്ത് മതിവരാത്ത 2 കാര്യങ്ങളുണ്ട് നമ്മളെപ്പോലെയുള്ള ഏതൊരു പ്രബോധകനും. ഒന്ന് അള്ളാഹുവിന്റെ ഏകത്വവുമായി ബന്ധപ്പെട്ടതാണ്, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതാണ്. എത്ര സംസാരിച്ചാലും എത്ര കേട്ടാലും മതിവരാത്ത കാര്യം. ഞാൻ ഇന്നലെ ഉസ്താദിന്റെ പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ നടക്കുന്ന ദീപതല സമസ്തക്കാരുടെ സമ്മേളനത്തിലെ ഒരു പ്രസംഗം നമുക്കെതിരായി മുജാഹിദുകൾ എന്ന് പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നലത്തെ പ്രസംഗം ഞാൻ കേൾക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൽ എത്ര ആയത്തോതി, എത്ര ഹദീസോതി, അവിടെ മൊയ്തീൻ ശൈഖിനെ വിളിക്കണം എന്നത് സ്ഥാപിക്കാനാണ് ഏറ്റവും സമയമെടുത്തത്. അള്ളാഹിനെ വിളിച്ചോളൂ നല്ലതാണെന്ന് പറയാനല്ല, അള്ളാഹുവിനെ ആരാധിച്ചോളൂ എന്ന് പറയാനല്ല, എന്താ മൊയ്തീൻ ശൈഖിനെ വിളിച്ചാല് എന്താ കുഴപ്പം എന്ന് പറയാനാണ്. ഉസ്താദ് പറഞ്ഞ പല കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നാളത്തെ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് കുറെ ആളുകൾ അത് കേൾക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അള്ളാഹു ഇതിന് തൗഫീക്ക് ചെയ്യട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നാളെ നമ്മുടെ മുഖാമുഖത്തിൽ തൗഹീദും പ്രാർത്ഥനയും സുന്നത്തും എല്ലാം ചർച്ചയാകും. അപ്പൊ അവിടെയും നമുക്കത് ഗൗരവമായി ചർച്ച ചെയ്യാം. ഞാൻ ഒരു കാര്യമാണ് എല്ലാവരോടും പറയുന്നത്, നല്ലവണ്ണം കേട്ടുകൊള്ളണം. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ എന്ന് പറയുന്നൊരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. എന്താ? മുഖം കുത്തി നരകത്തിലെത്തുന്ന അന്ന് നമ്മൾ വിലപിക്കും. എന്നിട്ട് പറയും, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഓ, അള്ളാഹിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ട് അടുത്ത വാചകം എന്താണെന്നറിയാം അവര് പറയണത്? യാ വൈലത്താലൈച്ചൻ. അവരെ പറയാണ്, എന്തൊരു നാശമാണ് ഞങ്ങൾ സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും. സാദത്തന വ കുബറാഅന ഫഅളല്ലൂന സബീല. ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെയും ഞാൻ ഓർക്കുകയാണ്. ഇന്നലെ മൊയ്ലിയാര് പറയുന്ന ഉദാഹരണം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മല് തോന്നുകയാണ്. വലിയ മനുഷ്യന്മാരെ കുറച്ചാളെ മുന്നിലിരുത്തിയിട്ട് എത്ര ദുർബലമായ തെളിവാ പറയുന്നത്. ചെങ്ങായിമാരെ നോക്ക്, ഭാര്യനോട് നമ്മൾ ചോറ് ചോദിക്കണില്ലേ? എന്നാ മുജാഹിദുകൾ ചോറ് ചോദിക്കണ്ട അള്ളഹാനോടല്ലേ? കുഫ്റാണ് ആ പറഞ്ഞ്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? അത് നമ്മൾ അലക്കലില്ലേ, അലക്കാറുണ്ടല്ലോ നമ്മള്, എന്താ അള്ളഹാനോട് പറയാത്തത്? നോക്ക്, തുണി അലക്കുകാരനാണ് അത്രേ അല്ല. ഒരു മൊയ്ലിയാര് വയലു പറഞ്ഞിട്ട് അതിന്റെ മുമ്പിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു അപരാധം തോന്നിയോ? ലോകത്താരെങ്കിലും സുഹൃത്തുക്കളെ മൊയ്തീൻ ശൈഖിനോട് എന്റെ തുണി അലക്കിത്താന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏയ്, വരെ വർത്താനം കേട്ടാ എന്താ വിചാരിക്കുക? അള്ളഹാനോട് ചോദിക്കാൻ പാടുള്ളൂ എന്ന് മുജാഹിദുകൾ പറഞ്ഞതിന് കളിയാക്കണെന്ത്? ഇവര് ചോറ് ചോദിക്കണില്ലേ, തുണി അലക്കണം എന്ന് പറയുന്നില്ലേ, അതെന്താ അള്ളഹാനോട് പറയാത്തത്? ഏയ്, മൊയ്തീൻ ശൈഖിനോട് പറയണ്ടോ? നിങ്ങൾ പറയണ്ടോ മൊയ്തീൻ ശൈഖിനോട് ഞങ്ങൾക്ക് ചോറുതാന്ന്? ഒരു ഹോട്ടലിൽ കയറിയിട്ട് എവിടെ മൊയ്തീൻ ശൈഖ്, ഇങ്ങോട്ട് വച്ചങ്ങായി ചോറുതാ എന്ന് പറയണ്ടോ? അള്ളഹാനോട് ചോദിക്കുന്നത് മാത്രമേ മൊയ്തീൻ ശൈഖിനോട് നിങ്ങൾ ചോദിക്കണുള്ളൂ. അതാ നിങ്ങളെ പ്രശ്നം. അള്ളഹാനോട് എന്താണോ ചോദിക്കണത് അത് നിങ്ങൾ മൊയ്തീൻ ശൈഖിനോട് ചോദിക്കുന്നു. ഞങ്ങൾ ആരോ ഒരു ഹോട്ടലിൽ കയറി ഇരുന്നിട്ട് എവിടത്തെ കേശിർ അല്ല ഒരു ബിരിയാണി വേണം എന്ന് ചോദിക്കണ്ടോ? മൊയ്ലിയാർ ഇന്നലത്തെ പ്രസംഗ ഞാൻ പറഞ്ഞു. മൊയ്ലിയാർ ഇന്നലെ പ്രസംഗിച്ച പ്രസംഗ ആലോചിച്ചു പോകണമെങ്കിൽ ഞാൻ വിശദമായി പിന്നീട് പറയും. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് കേൾക്കുന്നു, എന്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്താ ഈ പറയുന്നത്? ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയാൽ ഉജാലുണ്ടോന്ന് ചോദിക്കും. മൊയ്തീൻ ശൈഖെ ഉജാലുണ്ടോന്നാ ചോദിക്കണേ? ആണോ? ഒരു രോഗം വന്നാൽ മരുന്ന് വരട്ടണം, മെഡിക്കൽ ഷോപ്പ് പോയിട്ട് മൊയ്തീൻ ശൈഖെ ഒരു മരുന്ന് തരണമെന്ന് നമ്മൾ വീട്ടു കുത്തിരിന് പറയാ? ആണോ സുഹൃത്തുക്കളെ? മെഡിക്കൽ ഷോപ്പ് പോയി അവിടെ ഇരിക്കുന്നവൻ ആരായാലും, ഓന്റെ മതവും ജാതി ഏതായാലും, ഓനോട് ഇന്ന മരുന്നുണ്ടോന്ന് ചോദിക്കും. ആ ചോദ്യം പോലെയാണോ മൊയ്തീൻ ശൈഖെ കാക്കണേന്ന് പറയുന്ന ചോദ്യം?
ആണോ? മമ്പർ തങ്ങളെ കാക്കണേന്ന് പറയുന്ന ചോദ്യം അതുപോലെയാണോ? ഉള്ളാളം തങ്ങളെ കാക്കണേന്ന് പറയുന്ന ചോദ്യം അതുപോലെയാണോ? അല്ലാന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ നിന്നൊരു മോചനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരിൽ മഹോന്നതൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരും അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മനുഷ്യരെക്കാളും ഉത്തമനായിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രത്തെ ഏറ്റവും ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് നയിച്ച ആളായിരുന്നു രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. എല്ലാവർക്കും അറിയാം, മഹാത്മാഗാന്ധി നല്ലൊരു മനുഷ്യനായിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ആളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പല ചര്യകളും അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വേറെ ഒരാളാണ്, വല്ലഭായ് പട്ടേൽ വേറൊരാളാണ്, രവീന്ദ്രനാഥ ടാഗോർ വേറൊരാളാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ BR അംബേദ്കർ വേറെ ഒരു പ്രമുഖനാണ്. എല്ലാവർക്കും അബ്രഹാം ലിങ്കൺ, ജനാധിപത്യത്തിന് നിർവചനം നൽകിയ അബ്രഹാം ലിങ്കൺ ലോകത്തറിയപ്പെട്ട ഒരു രാഷ്ട്രീയ ഭരണകൂടത്തിന്റെ ഭരണാധികാരിയായി നയിച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റാണ്. എല്ലാവർക്കും അറിയാം അല്ലേ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അവരൊക്കെ ലോകത്ത് കടന്നുപോയി. അതെ, ശ്രീരാമനും ശ്രീകൃഷ്ണനും കഥാപാത്രങ്ങളായി, ഭാവനാ കഥാപാത്രങ്ങളായി അവരൊക്കെ ഇവിടെ കടന്നുപോയി. ലോകത്ത് യേശുക്രിസ്തുവും പല ആളുകൾ ഇവിടെ വന്നു, ഡയോജനീസ്, പലരും എക്സെട്രാ എക്സെട്രാ. കാർൽ മാർക്സ് വന്നു, എംഗൽസ് വന്നു, ലെനിൻ വന്നു, പലരും വന്നു, ദീനദയാൽ ഉപാധ്യായ വന്നു, പല ആളുകളും അങ്ങനെ ഇവിടെ ലോകത്ത് വന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ലോകത്തേതൊരു മതത്തിന്റെ ശ്രീബുദ്ധൻ, വർദ്ധമാന മഹാവീരൻ, ഇവരൊക്കെ ലോകത്ത് കഴിഞ്ഞുപോയി. ലോകത്തിലെ രാഷ്ട്രീയ രംഗത്തെ, വിദ്യാഭ്യാസ രംഗത്തെ, മതരംഗത്തെ, സാമുദായിക രംഗത്തെ, ലോകത്തിലെ ഏത് രംഗത്ത് പ്രവർത്തിച്ചവരെക്കാളും എല്ലാം കൊണ്ടും ഉത്തമനാണ് ആര്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നമ്മൾ പറയുന്നത്. എന്താ പറയുന്നത്? ഏറ്റവും നല്ല ഭർത്താവ്, ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവ് ആരായിരുന്നു? അബ്രഹാം ലിങ്കൺ അല്ല, മഹാത്മാഗാന്ധി അല്ല. ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല കച്ചവടക്കാരൻ ആരായിരുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ലോകത്തെ ഏറ്റവും നല്ലവണ്ണം ആടിനെ മേച്ച വ്യക്തി ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ ഏറ്റവും നല്ല മകനാരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ ഏറ്റവും നല്ല അയൽവാസി ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച മഹാനാരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിപ്ലവകാരി ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഇടപാടുകൾ മാനവതയെ പഠിപ്പിച്ച നേതാവ് ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മഹാനാരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ ഏറ്റവും വലിയ തൗഹീദിന്റെ പടപ്പാട്ട് പാടിയ ആളാരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണ മര്യാദ പഠിപ്പിച്ച ആളാരായിരുന്നു എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഹറാമും ഹലാലും ലോകജനതയെ ഏറ്റവും ഭംഗിയായി പഠിപ്പിച്ച വിശ്വാചാര്യൻ ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പച്ചവെള്ളത്തെ കുറിച്ച് ലോകത്തെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിപ്പിച്ച നേതാവാരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഗതാഗത നിയമങ്ങൾ മാനവകുലത്തെ ഏറ്റവും നന്നായി പഠിപ്പിച്ച നേതാവാരാണെന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൃക്ഷത്തൈകൾ കുഴിച്ചിടുന്നതിന്റെ മാനവികത ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ പഠിപ്പിച്ച നേതാവ് ആരാണെന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ് എന്ന ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 21-ാമത്തെ വചനം. അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹും അത്തയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയളവു അൻഹും മിസ്റഹും വൽ അലാല ലത്തി കാനത് അലൈഹിം. ഇതെല്ലാം ആ പ്രവാചക തിരുമേനി. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളോടും, ഇവിടെ നേരത്തെ ആശംസാ പ്രസംഗം നടത്താൻ ഫസ്റ്റ് എഴുന്നേറ്റ് നിന്ന വ്യക്തി എന്താ സെയ്ദ് അലി എന്നൊരു പേര് പറഞ്ഞു, ഞാൻ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് ആ സമയത്ത് ഞാൻ കുറിച്ചു വെച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഓതുന്നത് ഖുർആനാണ്. ഓർമ്മയില്ലേ നിങ്ങൾ? ആ ആശംസാ പ്രസംഗം ഓർക്കണില്ലേ? അതായത് വിശുദ്ധ ഖുർആനാണ്, സമസ്തക്കാർ ഓതുന്ന വിശുദ്ധ ഖുർആനാണ്. പിന്നെ അദ്ദേഹം ഓർത്തെടുത്ത് പറഞ്ഞു, നമ്മുടെ മറ്റേ ആ മനുഷ്യനല്ലേ ചേകന്നൂർ മൗലവി,
അങ്ങനെ തന്നെ അല്ലായിരുന്നു. ചേകന്നൂർ മൗലവി ഖുർആനാണ് ഓതുന്നത്, മുജാഹിദുകളും ഖുർആനാണ്. പക്ഷെ മുജാഹിദുകൾ ഓതുന്ന ഖുർആനും സമസ്തക്കാർ ഓതുന്ന ഖുർആനും ഒന്നാണെങ്കിലും മുജാഹിദുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? ആ പ്രത്യേകത ഇവിടെ പറയാതിരുന്നാൽ ഞാൻ മറന്നുപോകും. നാളെ വേറൊരാൾ ചിലപ്പോൾ നോട്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എല്ലാവരും നോട്ട് ചെയ്യണം. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഖുർആൻ പറയാണ് നബിയെ, താങ്കൾക്ക് നാം ദിവ്യബോധനമായി നൽകിയ ഈ ഖുർആനിനെ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, താങ്കളിലേക്ക് നാം അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആനിനെ താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിക വചനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ആര് പറഞ്ഞു തരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയാണോ, ഊഹിച്ച് പറയാണോ? അല്ല, അതും അല്ല പറയാൻ. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോളൂ. സൂറത്ത് ഖിയാമ നല്ലവണ്ണം. ഞാൻ ഈ റോഡ് സൈഡിലൊക്കെ ആളുകളെ കണ്ട് അവരോട് ഞാൻ പറയുന്ന ആത്മാർത്ഥമായിട്ട്, നമുക്ക് ആരോടും എന്തില്ല, ഇഷ്ടവും ഇല്ല, വിരോധവും ഇല്ല. നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിന്റെ ദീനനുസരിച്ചായിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതാണ്, അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളുണ്ട്. എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്, ആണും പെണ്ണും ഒക്കെ. ഒന്നെന്താണ്? റജുലുൻ ദഅതു ഇംറഅത്തിൻ വജമാലിൻ അല്ലേ വമൻസിബിൻ എന്നൊക്കെ പറഞ്ഞു. സുന്ദരിയായ ഒരു പെണ്ണ്. ഇപ്പൊ നമ്മുടെ ലക്ഷദ്വീപില് ഏതോ ഒരു വീട്ടിലെ സുന്ദരിയായ ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ ആരുമില്ല, നീ വന്നോ. ശ്രദ്ധിക്കുക, ഹദീസാണ്. അങ്ങനെ ക്ഷണിച്ചപ്പോ അവൻ അവളോട് പറയാണ്, ഇന്നി യഖാഫുല്ലാഹ്, പെണ്ണെ ഇജ്ജ് വിളിക്കുന്നിടത്തേക്ക് ഞാനില്ല. എന്റെ ശരീരവും നിന്റെ ശരീരവും ഒന്നു ചേർന്നാൽ ഒരുപക്ഷെ അള്ളയും ഞാനും നീ അല്ലാതെ വേറൊരാളും അറിയില്ല. പക്ഷെ ഞാൻ അള്ളാനെ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ ക്ഷണം സ്വീകരിച്ച് ഞാനില്ല. ഒരു ഉന്നത കുലജാതയായ സുന്ദരിയായ ഒരു പെണ്ണ് ക്ഷണിക്കുകയാണ്, വന്നോ? ആരുമില്ല. ഞാൻ ബാക്ക് സൈഡിലെ ഡോറ് കുറ്റിയിട്ടിട്ടില്ല, നീ വന്നോ എന്ന് പറയാ. അങ്ങനെ മെസ്സേജ് അയച്ചു. കൊച്ചിയിലെ ഒരു പയ്യൻ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. പോലീസുകാർ വന്ന് കണ്ടപ്പോ എന്താണ് അവിടെ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പരിങ്ങി കളിച്ചപ്പോൾ അവന്റെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അവന്റെ ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി അവന് മെസ്സേജ് വിട്ടാണ്, രാത്രി ഉപ്പയും ഉമ്മയും ഉറങ്ങി, അടുക്കള ഭാഗത്ത് വാതിൽ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്, നീ വന്നോ. പോലീസുകാർ ക്രൈമിലെ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ച എന്റെ ഓർമ്മയിൽ പറയാണ്. ഞാനിത് പറയുന്നത് അർശിന്റെ തണൽ ലഭിക്കും അവർക്ക്. എന്നാൽ അർശിന്റെ തണൽ ലഭിക്കുന്ന വേറൊരു വിഭാഗാരാ, റജുലാനി തഹാബാ ഫില്ലാ ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി പിരിയുക. ഞാൻ ഇവിടെ നിൽക്കണം പല ആളുകളോടും ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ തെരഞ്ഞെടുത്ത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ? ഇവിടെ അതായത് സമസ്തയും മുജാഹിദും സുന്നിയും ഒന്നും പറയല്ല ഞാൻ. ഇവിടെ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ ആളുകളും ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു സുഹൃത്ത്, എനിക്കൊരു നല്ല സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക, അല്ലെ എനിക്കൊരു 100 കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക, ലക്ഷക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റും, ലക്ഷക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റല്ല. അത്രയും സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവരാരാ? മദ്യപാനികളാണോ? പുകവലിക്കുന്നവരാണോ? ശിർക്ക് ചെയ്യുന്നവരാണോ? കുഫ്ർ ചെയ്യുന്നവരാണോ? നരകത്തിലേക്ക് നമ്മളെ നയിക്കുന്നവരാണോ? നമ്മൾ നല്ലവണ്ണം ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഈ ദ്വീപില് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ 2 വീലറിൽ ഒന്നിച്ചു പോകുന്നു, കടലിൽ നിങ്ങൾ ഒന്നിച്ചു ചാടുന്നു, മത്സ്യത്തെ നിങ്ങൾ ഒന്നിച്ചു പിടിക്കുന്നു, പല തിന്മകളും നിങ്ങൾ ഒന്നിച്ചു ചെയ്യുന്നു. ഒരുപക്ഷെ കഞ്ചാവോ മയക്കുമരുന്നോ ദ്വീപിൽ അത് ഉണ്ടോന്ന് എനിക്കറിയില്ല, അത് വ്യാപകമാണോ അതും അറിയില്ല. എന്തായാലും അതില്ലാതിരിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും പലയിടത്തുനിന്നും കൊണ്ടുവന്ന് മെല്ലെ കണ്ണ് വെട്ടിച്ചോ കൊണ്ടുവന്ന് ആ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. അവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കണം, പരലോകത്ത് നരകത്തിലേക്ക് പോകുമ്പോൾ ഒരു വിലാപത്തെ പറ്റി പറയുന്നുണ്ട്. ആ വിലാപം എന്താണെന്നറിയോ? പടച്ചോനെ, ഞാനൊരു വൃത്തികെട്ട നന്മയില്ലാത്തൊരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തു, അതുകൊണ്ടാണ് ഞാൻ എന്റെ കൂട്ടുകാരൻ, എന്റെ സുഹൃത്ത് സുബൈർ, അല്ലെ എന്റെ സുഹൃത്ത് അബ്ദുൽ ഖാദർ, എന്റെ സുഹൃത്ത് ഇന്നേടത്ത് ഇന്ന ആള്, അവൻ എന്നെ എല്ലാ തിന്മയിലേക്കും നയിച്ചു. അതുകൊണ്ടാണ് നാഥ, യാ വൈലതാ ലൈതനി ലമ്മത്തഖദു ഫുലാനൻ ഖലീലാ, ഞാൻ എന്നാൽ എന്നവനെ കൂട്ടുപിടിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഗതികേട് വന്നത്. ഞാൻ എന്റെ എന്ന സുഹൃത്തിനെ പിടിച്ചത് കൊണ്ടാണ് ഞാൻ നരകത്ത് പോകാൻ കാരണം. അപ്പൊ നല്ല സുഹൃത്ത് ഉണ്ടാകണം. ഖുർആനിലെ 25-ാം അധ്യായം 27, 28, 29, 30 അത് നല്ലവണ്ണം ആലോചിക്കേണ്ടതാണ്. അവിടെ പറയുന്നത് എന്താണ്?
യാ വൈലത്താ ലൈതനി ലം അത്തഖദു ഫുലാനൻ ഖലീലാ. അപ്പോ അഗത്തി ദ്വീപിലായിരുന്നാലും കബരത്തി ദ്വീപിലായിരുന്നാലും കടമത്തി ദ്വീപിലായിരുന്നാലും ഒരു കൂട്ടുകാരനെ സ്വീകരിക്കുമ്പോൾ അവൻ എന്റെ തെറ്റു തിരുത്തുന്നവനാകണം, എന്നെ നന്മയിലേക്ക് നയിക്കുന്നവനാകണം. രാവിലെ സുബൈ സമയം 5:30 എന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ആരാ വിളിക്കണത്? എന്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ നാസറാ വിളിക്കണത്. എന്തിനാ വിളിക്കണേ? എടാ എന്നേക്ക് സുബൈ ബാങ്ക് കൊടുക്കാനായി, കുളിക്കാനുണ്ടേ കുളിക്ക്, നല്ല ഡ്രസ് ഇട്, അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാള്, അല്ലെ ഹറാമ് ചെയ്യാത്ത ഒരാള്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ ദ്വീപിലേക്ക് വരുന്ന എല്ലാ കപ്പലിലും മുസ്ലിങ്ങളാണ്. എന്നിട്ട് എന്തിനാ മാറി മാറി സിനിമ? അങ്ങോട്ട് പോകുമ്പോൾ സിനിമ, ഇങ്ങോട്ട് വരുമ്പോൾ സിനിമ. ഞാൻ ഇന്നലെ ചോദിച്ചില്ലേ, മുസ്ലിങ്ങൾ മാത്രമാണ്. എല്ലാരും എഴുന്നേറ്റ് എന്നിട്ട് ചങ്ങ ഇത് വേണ്ട എന്ന് പറഞ്ഞ ഓനിടോ? അവിടെ ഇരിക്കുന്ന കാണികൾക്ക് വേണ്ട, പിന്നെ ഓനിടോ? പക്ഷെ നമുക്കത് പറയാൻ പറ്റണില്ല, കാരണം നമ്മളതിൽ ഇൻവോൾവഡ് ആണ്. ഞാൻ പറയണത് റസൂലുള്ളാഹിനെ പറ്റി, റസൂല് ഭയങ്കര സംഭവമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതുപോലെ ഒരു ചരിത്രം പറയാൻ ഞാൻ, മഹാത്മാഗാന്ധി റസൂല് ഭയങ്കര സംഭവം പറഞ്ഞ ആളാ. പക്ഷേ മഹാത്മാഗാന്ധി ഹരേ റാം ഹരേ റസൂല് പറഞ്ഞ് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനാ. അത് ഗാന്ധിജി അംഗീകരിച്ചില്ലല്ലോ. ഗാന്ധിജി ഹരേ റാം എന്ന് പറഞ്ഞാൽ മരിച്ച്. പക്ഷെ അതേ ഗാന്ധിജി പറയാണ് ലോകത്ത് റസൂലിനേക്കാൾ വലിയൊരു മനുഷ്യനേ ഉണ്ടായിട്ടില്ല. ഞാനും ഇവിടെ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞു, നിങ്ങളും അംഗീകരിച്ചു. സുബൈക്ക് കടന്നുറങ്ങി. എന്താ കാര്യം? മഗ്‌രിബ് നിസ്കാരത്തിൽ പള്ളിയിൽ ഫുള്ളാള്, പിന്നെ ഇവിടെ കാണാനില്ല. എവിടെ പോയി? ആലോചിച്ചോക്ക്, നല്ലോണം ആലോചിച്ചു. പിന്നെ ഇത് പറയുന്നതിൽ എന്താ അർത്ഥോ? പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ചിലപ്പോൾ ഇവിടെ കസേലയിൽ ഇരിക്കുന്നവരെക്കാളും നന്നാകെ റോട്ടിൽ നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഈ എഴുന്നേറ്റിക്കണത്. നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ വന്ന് അധ്വാനിക്കുന്നവരെക്കാളും കൊക്കിന് വെച്ച് കൊളക്കൊയ്ക്കൊള്ളും. ഞാൻ ഈ കൊല്ലം ജില്ലയിലെ ഓച്ചിറ ക്ഷേത്രത്തിൽ പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ് ഒരു കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോ ഓസ്ട്രേലിയയിൽ നിന്ന് പാലക്കാട്ടുള്ള ഒരാൾ എന്നെ വിളിക്കുകയാണ്, മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട്. മണികണ്ഠൻ പറയാണ്, ഞാൻ ഓച്ചിറ ക്ഷേത്രത്തിലെ പ്രസംഗം കേട്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. പ്രസംഗം എവിടെയാ നടക്കുന്നത്? കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ്. ആ പ്രസംഗം കൊണ്ട് ആർക്കാ ആദ്യത്തെ ഹിദായത്ത്? ആ കൊല്ലം ജില്ലയിലെ മുസ്ലിങ്ങളൊക്കെ എന്റെ പ്രസംഗത്തെ എതിർത്തു. പക്ഷെ പാലക്കാട്ടുകാരൻ മണികണ്ഠൻ ഇസ്ലാമായി. ഇതാ കൊക്കിന് വെച്ചേ കൊളക്കൊയ്ക്കൊള്ളൂ. ഇവിടെ ഞാൻ പ്രസംഗിക്കണ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ തട്ടിയിലായിരുന്നു. പക്ഷെ ഇവിടെ നാസർ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നാളെ അത് വേറൊരു മനുഷ്യൻ കേട്ടിട്ട് ചിലപ്പോൾ നന്നാവും. ഇവിടെ നടത്തിയ പ്രസംഗമൊക്കെ ഏകാന്തമായി കേട്ടാൽ അപാരമാണ്. അവസാനം ഫضലാക്കുമരി പറഞ്ഞ 2-3 ഉദ്ധരണികൾ കണ്ടപ്പോ എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഉൾക്കാഴ്ച കിട്ടി. എന്ത് പറയുന്നത്? ഞങ്ങളൊക്കെ സ്ഥിരം പ്രസംഗിക്കുന്നില്ല, പക്ഷെ വേറൊരു പ്രസംഗം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഉൾക്കാഴ്ച കിട്ടും. വേറെ ആളുടെ പ്രസംഗിക്കുമ്പോൾ കിട്ടും. ഓരോ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ആ ഉൾക്കാഴ്ച കിട്ടും. അതുകൊണ്ട് നമ്മൾ പ്രസംഗം എത്ര നമ്മൾ ശരീരളകിയാൽ നമ്മുടെ കാതുകൾ കൂർപ്പിച്ച് കേൾക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും നമ്മൾ പിന്തുടർന്നിട്ടുണ്ടോ? ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഞാൻ മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ കട്ടിൽ, കയറുകൊണ്ട് മടഞ്ഞ കട്ടിലുണ്ടല്ലോ, കയറുകൊണ്ട് മടഞ്ഞ പഴയ കട്ടില്, അങ്ങനത്തെ ഒരു കട്ടിലായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നേ. ആ കട്ടിലിന്റെ അടിയിൽ ഒരു മൺകൂജ, മനസ്സിലായോ? മൺകുടം, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരു മൺകുടം ഉണ്ടായിരുന്നു. ആ മൺകുടത്തിലാണ് വെള്ളം ഉണ്ടായിരുന്നത്. അപ്പൊ മോഹൻലാൽ പാണ്ഡെ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ സുഹൃത്ത് ചോദിക്കുകയാണ്, ഈ ഒരു ചെറിയ മൺകുടത്തിൽ നിന്നാണല്ലോ നിങ്ങൾ കുടിക്കുന്നത്, ഇതേ മൺകുടത്തിലെ വെള്ളം ഉപയോഗിച്ചാണല്ലോ നിങ്ങൾ പല്ല് തേക്കണത്, ഇതേ മൺകുടത്തിലെ വെള്ളം ഉപയോഗിച്ചാണല്ലോ നിങ്ങൾ കുളിക്കുന്നത്. അപ്പൊ ഈ ചെറിയ മൺകുടം കൊണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നു. സബർമതി നിങ്ങളുടെ മുമ്പിലൂടെയാണ് ഒഴുകുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. സബർമതി എന്ന് പറയുന്ന ഗുജറാത്തിലെ നദി ഇന്ന് രക്തപങ്കിലമാണ്, പാപമംഗിലമാണ്. കബന്ധങ്ങളുടെ മുസൽമാന്റെ കബന്ധങ്ങൾ കുമിഞ്ഞുകൂടിയ പാപമംഗിലമാണ് ഇന്ന് സബർമതി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് രവീന്ദ്രനാഥ് ടാഗോർ വിളിച്ചിട്ടുള്ള ഗാന്ധിജിയുടെ ഈ സബർമതി. അപ്പൊ മോഹൻലാൽ പാണ്ഡെയുടെ ചോദ്യം എന്താന്ന് വെച്ചാല്, ഈ സബർമതിയിൽ എത്ര ഗ്യാലൻ കണക്കിന് വെള്ളമുണ്ട്? ഇപ്പൊ ഇവിടുത്തെ കടലിൽ എത്ര സുന്ദരമായ വെള്ളമുണ്ട്? സത്യമാണ്. മോഹൻലാൽ പാണ്ഡെ ചോദിക്കണം, എത്രയൊക്കെ വെള്ളമുള്ള അടുത്ത് അതിലങ്ങ് ചാടി കുളിച്ചാ പോരെ? അതിൽ നിന്ന് വെള്ളമെടുത്ത് പല്ല് വെച്ചാൽ പോരെ? അതിൽ നിന്ന് ഇഷ്ടം പോലെ ഉപയോഗിച്ചാൽ പോരെ? ഒരു ഇത്തിരിയുള്ള മൺകുടം എന്തിനാ ഉപയോഗിക്കണതെന്ന്. അപ്പൊ മഹാത്മാഗാന്ധി പറയാണ്, മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ എന്നെ പഠിപ്പിച്ചൊരു തത്വം ഞാൻ നിന്നെ പഠിപ്പിക്കാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് വന്ന ഒരു പ്രവാചകന്റെ വാചകം പഠിപ്പിക്കുകയാണ്. എന്താ അറിയോ ഗാന്ധിജി പറയുന്നത്? ഈ സബർമതി എന്റെ തറവാട്ട് വകയല്ല, എന്റെ സ്വന്തമല്ല, എന്റെ ഇഷ്ടത്തിന് കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. പക്ഷെ ഞാൻ ഒറ്റക്കല്ല ഈ ലോകത്ത്, ഇത് എന്റേതും അല്ല, ഇത് സകല ജീവജാലങ്ങളുടെ. ഈ നദി എവിടുന്ന് തുടക്കം കുറിച്ചോ ഇത് എവിടെ ഒടുങ്ങുന്നുവോ അതുവരെ പക്ഷികൾ ഇതിൽ നിന്ന് കുടിക്കുന്നുണ്ട്.
ഓരയും കൂടെ വെള്ളായി ഇത്. മൃഗങ്ങൾ ഇതിൽ നിന്ന് വെള്ളം കുടിക്കണ്ട്, അവരുടേതാണ്. ഈ ഈ പുഴയിൽ കുറെ ഫിഷുകളുണ്ട്, അവരുടേതുമാണ്. പിന്നെ എന്റേതുമാണ്. മാത്രമല്ല ജലം അമൂല്യമാണ്, ഒരു തുള്ളി പാഴാക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അനുചരൻ സയദിനോട് എന്താ ചോദിച്ചത്? അതായത് സയദുർലാന്റെ ഒരു നല്ല സംവിധാനം, വെള്ള സംവിധാനമൊക്കെ ഉള്ള ഒരാളാ. അദ്ദേഹം കുറച്ചു വെള്ളം അമിതമായി ഉപയോഗിച്ചു. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരല്പം വെള്ളം അമിതമായി ഉപയോഗിച്ചപ്പോ റസൂലുള്ള പറയാണ്, മഹാദായ സയദേ, എന്താ സയദേ ഇത്? അപ്പൊ സയദുർലാനി ചോദിക്കാണ്, എന്താ അപരാധ നബിയെ റസൂലെ ഞാൻ ചെയ്തത്? ഇത്തിരി വെള്ളം, എനിക്ക് വീട്ടിൽ വെള്ള സൗകര്യം കൂടുതലുണ്ട്, ഞാനൊരു ഇത്തിരി ഉപയോഗിച്ചു. സയദുർലാനോട് റസൂലുള്ള പറയാണ്, നിന്റെ വീടിന്റെ മുമ്പിലൂടെ ഒരു പുഴ ഒഴുകിപ്പോയാൽ, ഗാന്ധിജിയുടെ സബർമതി ഓർത്തോ, ഗാന്ധിജി നബിയുടെ ശിഷ്യനായി, അതാ പ്രശ്നം. പക്ഷേ ആ ശിഷ്യന്മാരുടെ ഈമാനോടുകൂടി മരിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ പറയുന്നതെന്നറിയോ, ഗാന്ധിജി റസൂലുള്ളാന്റെ ഈ ചര്യ പിൻപറ്റുന്നു. ഒരു പുഴ ഒഴുകിപ്പോവുകയാണ്, എന്നാ പോലും അതിൽ നിന്ന് അമിതമായി വെള്ളം ഉപയോഗിക്കരുത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ഈ പള്ളിയിലൊക്കെ ഒതെടുക്കുമ്പോ ടാപ്പ് ഇങ്ങനെ തിരിച്ചിടും. മലേഷ്യയിൽ ഒരു പ്രഗത്ഭനായ ഇസ്ലാമിക പ്രബോധകൻ പറഞ്ഞ ഒരു വാചകന്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അദ്ദേഹം പറയാണ്, കൈ കാണിച്ചാൽ മാത്രം വെള്ളം വരുന്ന ടേപ്പാണ് ഇസ്ലാമിക് ടാപ്പ് എന്ന് ഞാൻ വിളിക്കുന്നത്. തുറന്നിടുന്ന ടേപ്പ് അനിസ്ലാമിക ടേപ്പാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഇത് തുറന്നിടുമ്പോൾ നമ്മൾ കൈ മൂക്കൊക്കെ വൃത്തിയാക്കുമ്പോൾ അത്രയും വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോവും. അതിന് ഏറ്റവും നല്ല എന്താ പറയുക, നമ്മളൊക്കെ ഒരു കപ്പ് വെള്ളം ഒരാളെടുത്ത് കൊടുത്തിട്ട് നീ ഒഴിച്ചു കൊണ്ടുവന്ന് പറഞ്ഞാൽ മതി. പരസ്പരം അങ്ങോട്ടൊരു കപ്പ്, നിങ്ങൾ നെറ്റിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ചെറിയ കുപ്പി വെള്ളം കൊണ്ട് ഒരാൾ ഉദ എടുക്കുന്നത് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കപ്പ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കുളിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്രയേറെ കടലിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എത്ര വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് പാടില്ലാത്തതാണ്. അതാ റസൂൽ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എല്ലാ സ്കൂളിന്റെ മുമ്പിൽ എഴുതി വെക്കുന്ന ഒരു വാചകം എന്താ? ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. അത് ഹദീസ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചക, നബി പഠിപ്പിച്ച ആശയ. റസൂലുള്ള മാനവരിൽ മഹോന്നതനാകുന്നത് അതാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നമ്മൾ എല്ലാവരും ഞാൻ ഇന്നലെ ഇരുന്ന് ഏറെ ആലോചിച്ചൊരു കാര്യം, എന്താണ് മൊയ്തീൻ ശൈഖിനെ വിളിച്ച് ദ്വേരെന്നുള്ള കുഴപ്പം? നമ്മൾ ഒരു കാര്യം എല്ലാവരും ആലോചിച്ചോളൂ. നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ ഉപ്പ ഈ ദ്വീപിലുള്ള കടമത്ത് ദ്വീപിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങളോട് ചോദിക്കണേ, നമ്മുടെ ഉപ്പ നമ്മളോട് പറയാണ്, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കള്ളു കുടിക്കില്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കള്ളു കുടിക്കില്ല, ഞാൻ അല്ലാഹ് അനുവദിച്ച പാനീയേ കുടിക്കുള്ളൂ എന്ന് വാപ്പ പറഞ്ഞാൽ, ആ ബാപ്പാനോട് സ്നേഹമുള്ള മകൻ ആ ബാപ്പാക്കെതിരെ ചെയ്യോ? കള്ളു കുടിക്കുകയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുടിക്കുകയോ? ബാപ്പ പറയണത്, ഞാൻ ജീവിതത്തിൽ മദ്യപിക്കുകയേയില്ല, അല്ലാഹ് ഹലാലാക്കിയ പാനീയമല്ലാതെ അല്ലാഹ് ഹറാമാക്കിയ ഒരു പാനീയവും ഞാൻ കുടിക്കില്ല എന്ന് പറയാം. എങ്കിൽ ആ ഉപ്പാനോട് സ്നേഹമുള്ള ഒരു മകൻ ആ ഉപ്പാനെ ലംഘിക്കൂ? നല്ലോണം ആലോചിക്കുക, ശാന്തമായി ആലോചിക്കുക. നമ്മുടെ പരലോകത്തിന് വേണ്ടി ഇന്ന് രാത്രി നമ്മൾ മരിച്ചുപോയാൽ പടച്ചവനോട് പശ്ചാത്തപിച്ച് റബ്ബിൽ നമുക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഖ്യാപനം, നമ്മുടെ ഹബീബായ, നമ്മുടെ മനസ്സാകുന്ന, നമ്മുടെ ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിക്കാൻ, എന്താ പ്രഖ്യാപനം? കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. ആ വാചകം ഖുർആനിലെ 72-ാം അധ്യായം സൂറത്ത് ജിന്നിലെ 20-ാമത്തെ വചനമാണ്. ആ വചനത്തിന്റെ അർത്ഥം എന്താ? ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവേ എന്ന പ്രാർത്ഥനയല്ലാതെ ഇബ്രാഹിം നബിയെ കാക്കണേയെന്നോ, ഇസ്മായിൽ നബിയെ കാക്കണേയെന്നോ, മൂസാ നബിയെ രക്ഷിക്കണേയെന്നോ ഞാൻ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന റസൂലുള്ള പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമസ്തക്കാരുടെ മദ്രസ ഇല്ലേ ഇവിടെ? കടമത്ത് ദ്വീപിൽ സമസ്തക്കാർക്ക് മദ്രസ ഇല്ലേ? ഇല്ലേ? ഉണ്ടല്ലോ, സമസ്തക്കാർക്ക് മദ്രസ ഉണ്ട്. ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഉണ്ടാവും, മുജാഹിദുകൾക്കുണ്ട്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, നിങ്ങൾ ചിന്തിച്ചോ, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ സമസ്തയുടെ മദ്രസയിൽ നാളെ പോയിട്ട് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്ന പുസ്തകം ഉണ്ടാകില്ലോ, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന, ടോയ്ലറ്റ് ഒന്ന് പുറത്തിറങ്ങുമുള്ള പ്രാർത്ഥന, നല്ലോണം ആലോചിച്ചോ. അതുപോലെ പള്ളിയിലേക്ക് പ്രവേശിക്കുമുള്ള പ്രാർത്ഥന, വീട്ടിൽ നിന്ന് ഇറങ്ങുമുള്ള പ്രാർത്ഥന, അതുപോലെ വാഹനത്തിൽ കയറുമുള്ള പ്രാർത്ഥന,
അങ്ങനെ എവിടെയൊക്കെ ഒരു വാഹനം തെറ്റിയാൽ ബിസ്മില്ലാ എന്ന് പറയുന്ന ആ ദിക്ർ, ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏതേത് പ്രാർത്ഥനകൾ നിങ്ങൾ എടുത്തോ, അവിടെ നല്ലൊരു പോയിന്റാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കൂ. അവിടെ എന്താ റസൂല് പറയണേ? റബ്ബന, അല്ലാഹുമ്മ, റബ്ബി, അല്ലേ? ഈ പ്രാർത്ഥനകൾ, അതായത് സമസ്തയുടെ മദ്രസിലായിക്കോട്ടെ, മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്ന ഏതേത് മദ്രസിലായിക്കോട്ടെ, ആ ഏതേത് മദ്രസിലായാലും ആ മദ്രസിലുള്ള ഏത് ഗ്രന്ഥത്തിലെ പ്രാർത്ഥനയായാലും എല്ലാം അള്ളാഹിനോടാണ്. എന്തേ ഒരു കാര്യം പോലും ഇബ്രാഹിം നബിയെ രക്ഷിക്കണം എന്നുള്ളൊരു ദുആ, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്ന ഒരു ദുആഇന്റെ രൂപം എന്തല്ലാത്തത്? ഖുർആൻ എടുത്തു നോക്കി നിങ്ങൾ, 114 അധ്യായം. ആ 114 അധ്യായത്തിൽ റബ്ബന, റബ്ബി, അല്ലാഹുമ്മ എന്നുള്ള എത്ര പ്രാർത്ഥനയുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാം 7-ാം അധ്യായം 23-ാമത്തെ വചനം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 71-ാം അധ്യായം സൂറത്ത് നൂഹിലെ 28-ാമത്തെ വചനം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 2-ാം അധ്യായം 126, 127, 128, 129 പ്രാർത്ഥനകൾ. അതുപോലെ സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 35-ാമത്തെ വാചകം ഇബ്രാഹിം നബിയുടെ നിരന്തരമായ പ്രാർത്ഥന. 20-ാം അധ്യായം 25 മുതൽ 28 വരെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന. ഖുർആനിലെ 12-ാം അധ്യായം 101-ാമത്തെ യൂസുഫ് നബിയുടെ പ്രാർത്ഥന. അതുപോലെ ഖുർആനിലെ 21-ാം അധ്യായം 83, 84 യൂനുസ് നബിയുടെ പ്രാർത്ഥന, മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുള്ള പ്രാർത്ഥന, എല്ലാം അള്ളാഹിനോടാണ്. ഇനി നിങ്ങൾ ഉസ്താദുമാരെ നാളെ മുഖാമുഖത്തിന് നിങ്ങൾ ഒരു ഉസ്താദിനെ കൊണ്ടുവരി, ഇന്ന് നിങ്ങൾ പറയും ഖുർആനിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഒരു പ്രവാചകനെ വെച്ചിട്ടുള്ള ഒരു ദുആ അത് നടത്തിയതായിട്ട്, മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, കുട്ടികളെ തരണേ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രാർത്ഥന ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിങ്ങൾ ഉദ്ധരിക്ക് ഇല്ല. അപ്പൊ മുജാഹിദുകൾ അല്ലാഹുമ്മ റബ്ബി, അല്ലാഹുവേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നുണ്ടാ? ഹബീബായ റസൂലുള്ള അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന മുഴുവനും അള്ളഹാനോടാണ്. നേരെ മറിച്ച് റസൂലുള്ള ജൂതന്റെ വീട്ടിൽ പോയിട്ട് ചോറ് കൊടുത്തപ്പോ തിന്നിട്ടുണ്ട്, ജൂതനോട് പൈസ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇസ്തിഹാസയല്ല, ഭാഷാപരമായി നമുക്ക് പറയാം ആ ജൂതനോട് സഹായം തേടി. അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം ചോദിച്ചിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ചോദിച്ചിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്റെ സഹായം തേടിയിട്ടുണ്ടല്ലോ. അതിന് ദുആ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥന എന്നാരെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുജാഹിദ് പള്ളിയിൽ നിന്ന് ആര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന അള്ളാഹിനോടാണ്. ഇനി സമസ്തയുടെ പള്ളിയിൽ നിന്ന് ഖുതുബിയത്ത് നടത്തുമ്പോൾ മൊയ്തീൻ ശൈഖിനോടുള്ള ദുആയോ അതെങ്ങനെയാ? ഞങ്ങൾക്ക് ചോറ് തരണേന്നാ? അല്ല. ആ ഖുതുബിയത്തിന്റെ അവസാനം ആട്ടർച്ചി പുഴുങ്ങിയ തിന്നലുണ്ട്. ആരെങ്കിലും ഉണ്ടോ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് മൊയ്തീൻ ശൈഖെ വിളമ്പിവിടുന്ന് അറിയല് ഉണ്ടോ? ഇല്ല, അങ്ങനെ ആരും പറയാറില്ല. നേരെ മറിച്ച് നമുക്കറിയാം, നമ്മളിപ്പോ ഒരു കടലിലേക്ക് പോവുകയാണ്, കടലിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, പടച്ചോനെ എന്ന് ഇഷ്ടം പോലെ ഫിഷ് കിട്ടണേ എന്ന്, മീൻ കിട്ടണേ എന്ന് പറയും. ആ പ്രാർത്ഥന മൊയ്തീൻ ശൈഖിനോടാണെങ്കിലോ, മൊയ്തീൻ ശൈഖെ ഞങ്ങൾക്ക് ഇന്ന് മീൻ കിട്ടണേ എന്നാണെങ്കിലോ, ഇനി ആ തോണി മറയുമ്പോ, അല്ലെ ആ ബോട്ട് മറയുമ്പോ മൊയ്തീൻ ശൈഖെ കാക്കണേന്നാണെങ്കിലോ, അവിടുത്തെ തൊട്ടപ്പുറത്തെ കപ്പലിൽ മൊയ്തീൻ ശൈഖ് ട്രൗസർ ഇട്ട് കുത്തിരിക്കുന്ന ആരും ഇവിടെ വിശ്വസിക്കില്ല. ഉണ്ടോ? ഇല്ല. പിന്നെന്താ? ബഗ്ദാദിൽ മറമാടപ്പെട്ട ഷെയ്ഖ് ജീലാനി ഞങ്ങളിവിടെ കവരത്തി ദ്വീപിൽ, അല്ലെ ഈ ദ്വീപിൽ, ഈ കടമത്ത് ദ്വീപിലെ തൊട്ടടുത്തുള്ള കടലിൽ ഞങ്ങളുടെ ബോട്ട് മറിഞ്ഞത് മൊയ്തീൻ ശൈഖ് കാണുന്നു. എങ്ങനെ കാണുന്നു? അല്ല കാണുന്ന പോലെ കാണുന്നു. ഞങ്ങൾ വിളിച്ചാൽ അല്ല കേൾക്കുന്ന പോലെ കേൾക്കുന്നു. അള്ളാഹ്ക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിവുള്ള പോലെ മൊയ്തീൻ ശൈഖിന് കഴിവുണ്ട്. ഇത് ഞങ്ങളുടെ വിശ്വാസം. ഇത് മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ഇതാണ് വിഷയം. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇവിടെ അവതരിപ്പിച്ച ഓരോ വിഷയവും, നേരത്തെ പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഞാനത് വിശദീകരിച്ചാണ് പണ്ട് ക്ലിപ്പായത്. ഈ ഉദ്ധരണി വിശദീകരിച്ചാണ് പണ്ട് ക്ലിപ്പായത്. അതായത് ഒരു മുസ്ലിയാര് പള്ളിന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ വെച്ച് വ്യഭിചരിച്ചു എന്ന് വിചാരിക്കുക. ഒരു മുസ്ലിയാര്, തലപ്പാവുള്ള താടിയുള്ള ഒരു മുസ്ലിയാര് വ്യഭിചരിച്ചു എന്ന് വിചാരിക്കുക. ഇബ്ലീസ് ആ കാര്യം, അതൊരു ഹറാമാണ്, ഇബ്ലീസിന് സന്തോഷം ഉണ്ടാവും. പക്ഷെ മുസ്ലിയാര് ആ വ്യഭിചാരമൊക്കെ കഴിഞ്ഞ് കുളിച്ചു കുപ്പായൊക്കെ ഇട്ട് പള്ളിയിൽ വന്നു, ഒരു ബിദ്അത്ത് ചെയ്തു എന്ന് വിചാരിക്കുക. ആ പള്ളിയിൽ ബിദ്അത്ത് ചെയ്യുമ്പോൾ അയാൾ ഇപ്പുറത്തെ റൂമിൽ വെച്ച് വ്യഭിചരിച്ചതിനേക്കാൾ ഇബ്ലീസിന് സന്തോഷം ഉണ്ടാകുക അയാൾ ആ പള്ളിയിൽ വെച്ച് ചെയ്ത ബിദ്അത്തിനാ. ഇതാ ഞാൻ പണ്ട് പ്രസംഗിച്ച്, അതാ ക്ലിപ്പായത്, അതാ അപ്പ പറഞ്ഞ്. മനസ്സിലായി നിങ്ങൾക്ക്? പിശാചിന് ഏറ്റവും ഇഷ്ടം എന്താണ്?
ബിദ്അത്ത് ചെയ്യലാണ്. അതിന്റെ കാരണം കൂടി പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര്. അതെന്താ? വ്യഭിചരിച്ച് നമ്മൾ പശ്ചാത്തപിക്കൂലേ? ഞാൻ നിങ്ങളോട് നല്ല നിലക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ, വ്യഭിചരിച്ച നമ്മൾ പശ്ചാത്തപിക്കൂലേ? കള്ള് കുടിച്ച നമ്മൾ പശ്ചാത്തപിക്കൂലേ? സുബൈക്ക് കുനൂത്തോതിയ പശ്ചാത്തപിക്കോ? പടച്ചോനെ ഞാൻ കുനൂത്തോതിപ്പോയി എനിക്ക് പുറത്തു തരണേ? ഇല്ല. കാരണം ആ ബിദ്അത്തിൽ പശ്ചാത്താപല്ല. ബിദ്അത്തിന്റെ പ്രത്യേകത അതാ. ബിദ്അത്ത് ഇസ്ലാമെന്ന് പുറത്തു വന്ന വർക്കാ, പക്ഷെ ഓൻ പശ്ചാത്തപിക്കൂല. ഒരു ബിദ്അത്ത് ഓൻ ചെയ്യുന്നു, ഓന് സുന്നത്താണ്, കൂലിയാണ്, പുണ്യാണ്, സ്വർഗത്തിലേക്കാണെന്നാ. ആരെങ്കിലും വ്യഭിചാരം പുണ്യാണ്, കൂലിയാണ്, സ്വർഗത്തിലേക്കാണെന്ന് വിചാരിക്കുവോ? അല്ല. അതുകൊണ്ട് അധർമ്മങ്ങളിൽ പശ്ചാത്താപമുണ്ട്, ബിദ്അത്തിൽ പശ്ചാത്താപമില്ല. അതുകൊണ്ട് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. അത് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഏത് വിഷയം എടുത്തോ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഞാൻ പഠിപ്പിക്കാത്ത ഒന്നിനെ നിങ്ങൾ ദീനായി, മൻ അമില അമലൻ, ഒരു വ്യക്തി ഒരു പ്രവൃത്തിയിൽ നിന്നൊരു പ്രവൃത്തി ചെയ്തു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തില്ല എങ്കിൽ നമുക്കത് പാടില്ല. ഞാൻ ലളിതമായ ഒരു ചരിത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിച്ച ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കാബത്തിൽ വന്നു. അദ്ദേഹം അജറുൽ അസ്വദ് മുത്തി. നമുക്കറിയാം സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണ്. അജറുൽ അസ്വദ് മുത്തി, പക്ഷെ കാബത്തിന്റെ കില്ല മുത്തിയില്ല, ചുംബിച്ചില്ല. അജറുൽ അസ്വദ് ചുംബിച്ചു, മുത്തി, പക്ഷെ കാബത്തിന്റെ കില്ല മുത്തിയില്ല. അപ്പൊ കണ്ടുന്ന ചില ആളുകൾ ചോദിച്ചു, ഇമാം അവറുകളെ, അജറുൽ അസ്വദ് നിങ്ങൾ മുത്തി, പക്ഷെ കാബത്തിന്റെ കില്ല നിങ്ങൾ മുത്തിയില്ലല്ലോ, എന്തേ അങ്ങനെയെന്നാണ് ചോദ്യം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടി, അജറുൽ അസ്വദ് മുത്തി ഞാൻ, ശരിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തിയ കാരണത്താൽ അത് മുത്തിക്കൊണ്ട് സുന്നത്തെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിന്റെ കില്ല മുത്തിയില്ല, അത് ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ റസൂലിനെ ഇത്തിബാ ചെയ്തു. അതായത് റസൂലുള്ള ഉപേക്ഷിക്കൽ ആണ് സുന്നത്ത്. ആ ഉപേക്ഷിക്കുന്നതിനാണ് കൂലി. ഒന്നുകൂടെ ക്ലിയർ ആയി പറയാം, ലളിതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനം കൊണ്ടാടുന്നു. ആ ജന്മദിനത്തിന്റെ ഭാഗമായി 2 തെങ്ങിൽ കയറി 2 യുവാക്കൾ എന്ത് ചെയ്യുന്നു? വലിയ പോസ്റ്റർ വലിച്ചു കെട്ടുന്നു, ബാനർ വലിച്ചു കെട്ടുന്നു. തെങ്ങുമല കയറിയതിന്റെ പേരിൽ അവന്റെ ശരീരത്തിൽ നിന്ന് തോലൊക്കെ പോയിട്ടുണ്ട്, അവന്റെ വയറിൽ നിന്ന് തോലൊക്കെ പോയിട്ടുണ്ട്. അത്ര കഷ്ടപ്പെട്ട് തെങ്ങുമ കയറിയിട്ടാണ് നബിദിനത്തിന്റെ പോസ്റ്ററും കെട്ടണത്. അപ്പൊ ആ തെങ്ങിന്റെ ചുവട്ടിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ നിൽക്കുന്നുണ്ട്, ഒരു സെൽഫി. ഓൻ വെറുതെ നിൽക്കുകയാണ്, ഓൻ ഇതിനൊന്നും സഹകരിക്കാണ്ട് നിൽക്കുകയാണ്. എന്നാ ഇത്ര കഷ്ടപ്പെട്ട് തെങ്ങിന്റെ പാതി മണ്ടയിൽ കയറി നിന്നിട്ട് ബാനർ വലിച്ചു കെട്ടി കഷ്ടപ്പെട്ട് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം എന്നുള്ള പേരിൽ തെങ്ങുമെന്ന് ഇറങ്ങിപ്പോരുന്ന ആളുണ്ടല്ലോ, തെങ്ങുമെന്ന് ഇറങ്ങിപ്പോരുന്നോ നിങ്ങൾ സുബൈർ എന്ന് വിളിച്ചോളി, തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കുന്നവൻ അബ്ദുൽ നാസർ എന്നും വിചാരിച്ചോളി. അവിടെ തെങ്ങിന്റെ ചോട്ടിൽ ഒരു പണിയെടുക്കാണ്ട് നിൽക്കുന്ന അബ്ദുൽ നാസറിനാണ് പടച്ചോന്റെ അടുത്ത് കൂലി. പള്ളം വന്ന് തോല് പോയി തെങ്ങുമേൽ ബാനർ കെട്ടിയവന് കൂലിയില്ല, ശിക്ഷ ഉണ്ട്. എന്താ കാരണം? ഓൻ ബിദ്അത്താ ചെയ്യണത്, ബിദ്അത്തിന് കൂലിയില്ല. വക്കുല്ലു ബിദ്അത്തിൻ ളലാല വക്കുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഓന്റെ പണി ആ ബാനർ കെട്ടല് നരകത്തിലേക്കുള്ള വഴിയാണ്. ഓന്റെ ധാരണ എന്താണ്? ഞാൻ റസൂലുള്ളാഹിന്റെ ചര്യയിലാണ്. അവിടെ നബി ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കൽ. ഇപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരാ. റോഡ് ബ്ലോക്ക് ചെയ്യരുത് എന്നാ പറഞ്ഞു. ഇമാത്തത്തുൽ അദാ അനി തുരീഖ്, റസൂലുള്ളാഹിന്റെ വാചക. നിങ്ങൾ കണ്ടോ, കേരളത്തിലെ ഞങ്ങളൊക്കെ മുജാഹിദുകൾ എല്ലാ വിഭാഗവും അങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു പ്രകടനം നടത്താറില്ല, റോട്ടിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു പണി ഞങ്ങൾ ചെയ്യാറില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം പണി ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളും അത് ഉപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് കൂലിയുണ്ട്. പക്ഷെ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു പലരും, അവർക്ക് കൂലിയില്ല എന്ന് മാത്രമല്ല അള്ളാഹു ഉദ്ദേശിച്ച അവർക്ക് ശിക്ഷയുണ്ടാവും. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം നബി കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറയാണ്, ലോകത്ത് മുഴുവനുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്ക് നിങ്ങൾ. ഭാര്യയെ സഹായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, പക്ഷേ അടുക്കളയിൽ മാവ് കുഴച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാവ് കുഴച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബട്ടൺ തുന്നിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പ് തുന്നിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുള്ളിക്കമ്പുകൾ, അതായത് വിറക് ശേഖരിച്ച് ഭാര്യമാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ആടിന്റെ അകിടിൽ നിന്ന് പാല് കറക്കുകയാണ്. ഇതെല്ലാം റസൂലുള്ളാഹി ചെയ്യുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യമൊക്കെ ചെയ്യും. ഭാര്യമാരെ സഹായിക്കും. ഭാര്യമാരെ ഒരിക്കൽ പോലും അവരുണ്ടാക്കിയ ഭക്ഷണം മോശമാണെന്ന് പറഞ്ഞില്ല. നബിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കില്ല. പക്ഷെ റസൂലുള്ളാഹി കുറ്റം പറയില്ല. എന്തൊരു ഭക്ഷണം ഇത്, പുളി കൂടുതലാണ്, ഉപ്പ് പറയില്ല.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി മാനവരിൽ ഉന്നതനായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആള് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനാരാണ്? ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ്. നമ്മൾ എത്ര പേര് ഇത് പഠിച്ചിട്ടുണ്ട്? കൈകെട്ടുണ്ട് നെഞ്ചത്തെ നമ്മൾ പറയും, തല ഒരു പ്രാവശ്യം തടവണ്ടേ നമ്മൾ പറയുന്നു. പക്ഷെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറിയ എന്റെ റസൂലിന്റെ ചര്യ ഞാൻ സ്വീകരിക്കുന്നു. നബി ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്ത് ജീവിതത്തിൽ ഒരിക്കലും അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനും റസൂലുള്ളാഹിന്റെ ചര്യ അനുസരിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ ഒരു കാരണവശാലും മുഖത്തടിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിഞ്ഞു. മുഖത്തടിച്ചാലേ അടിച്ച പോലെ തോന്നുള്ളൂ നമുക്ക്, സത്യല്ലേ? ഓളെ മുഖത്ത് നോക്കി അടിച്ചാലേ നമുക്ക് തോന്നൂ. ഇനി ഭാര്യമാരോട് റസൂലുള്ളാഹി പറഞ്ഞതോ? ഒരു ഭർത്താവിന്റെ, ശ്രദ്ധിക്കണം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ശിരസ് മുതൽ പെരുവിരൽ വരെ ചൊറിഞ്ഞിട്ട് തൊലി ഇങ്ങനെ വിങ്ങി നിന്ന് അതിൽ ചലവും നീരും നിറഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കണം, കുമിളകൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടില്ലോ ചൊറിഞ്ഞിട്ട്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിലെ വിവിധ ഭാഗത്തുനിന്ന് ചോരയും ചലവും ഒലിക്കുകയാണ്. റസൂലുള്ളാഹി പറയാണ്, ഭാര്യയുടെ കടപ്പാടിനെ പറ്റി പറയാണ്, അവള് ഭർത്താവിന്റെ പെരുവിരൽ മുതൽ ശിരസ് വരെ അവളുടെ നാവ് കൊണ്ട് ഇങ്ങനെ നക്കി ആ രക്തവും ചലവും നക്കിയാൽ പോലും ഭർത്താവിനുള്ള കടപ്പാട് പൂർത്തിയാവൂല. ആ ബന്ധത്തിന്റെ ഊക്കും ആഴവും ഒന്ന് പരിശോധിച്ച് നോക്ക്. ഭർത്താവ് കുടിച്ച ഗ്ലാസ് ഡെറ്റോൾ ഇട്ട് കഴുകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ കഴിച്ച ഗ്ലാസ് അല്ലേ, അതൊന്ന് കഴുകണം എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിയോ? ഒരു മാംസം ഇങ്ങനെ കടിച്ചാല് ആ കടിച്ച ഭാഗം ഭാര്യയുടെ ആയിഷ ബീവിയുടെ, ഒരാപ്പിളിന്റെ കഷ്ണം ആയിഷ ബീവി കടിച്ചാൽ റസൂലുള്ളാന്റെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മണവാട്ടിയായി റസൂലുള്ളാന്റെ മണിയറയിൽ കയറുമ്പോ ഒരു പാത്രത്തിൽ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിൽ പാല്, അത് റസൂലുള്ളാഹി കുടിച്ചു. എന്നിട്ട് ആയിഷ ബീവിയുടെ നേരെ നീട്ടി. ലജ്ജിച്ചു നിന്ന ആയിഷ ബീവിക്ക് റസൂലിന്റെ മറ്റ് ഭാര്യമാരത് പഠിപ്പിച്ചു കൊടുത്തു. നബി ചുണ്ട് വെച്ചിടത്ത് ചുണ്ട് വെച്ച് പാല് കുടിക്കാൻ. ഈ മഹത്വം പ്രവാചക തിരുമേനിക്കല്ലാതെ ലോകത്തിന് വേറെ ആർക്കും. ഇപ്പൊ നിങ്ങൾ നോക്കുക, അബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു. അബ്രഹാം ലിങ്കണിൽ ലോക നായകന്മാരിരിക്കുന്ന ഒരു മീറ്റിംഗിൽ അബ്രഹാം ലിങ്കന്റെ ഭാര്യ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന ചായച്ചെമ്പിലെ വെള്ളം കൊണ്ടുവന്നിട്ട് അബ്രഹാം ലിങ്കന്റെ തലയിൽ ഒഴിച്ചു. അബ്രഹാം ലിങ്കന്റെ ജീവിതം പരാജയമായിരുന്നു, ദാമ്പത്യ ജീവിതം. അദ്ദേഹം അത് പറയുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രകാരനായിരുന്നു, 2 കല്യാണം കഴിച്ചിരുന്നു, ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനും എഴുത്തുകാരനായിരുന്നു കാർൽ മാർക്സ്, 2 ഭാര്യമാരുണ്ടായിരുന്നു, ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. ലിയോ ടോൾസ്റ്റോയ് ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ സാഹിത്യകാരനാണ്, ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. അതുപോലെ തന്നെ ലോകത്തറിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു ബർട്രൻഡ് റസൽ, ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. അല്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 5 നേരം പള്ളിയിൽ നിസ്കാരത്തിന് കൃത്യമായിട്ട് വരുന്ന ആളുകൾ, ഒന്നാമത്തെ സഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ പുരുഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ പറഞ്ഞ ആള് നല്ല ആളാണ്, എല്ലാ വക്തിലും നിസ്കാരത്തിനൊക്കെ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, വരട്ടെ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് വലിയ കാര്യമായിട്ട് കരുതുന്നവരെ നമ്മളൊക്കെ വലിയ കാര്യമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാളെ പറ്റി അയാളുടെ ഭാര്യ എന്താ പറയണെന്നും കൂടെ നോക്ക്. അപ്പോഴേ അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ടുള്ളൂ. ഭാര്യ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പള്ളിയിൽ 5 നേരം നിസ്കരിച്ചാലും ഭാര്യക്ക് സർട്ടിഫിക്കറ്റ്. പള്ളിയിൽ നിസ്കാരത്തിലൊക്കെ മുന്നിലുണ്ട്. കാരണം ഈ പള്ളിയിൽ വരുമ്പോൾ ആ അന്യന്മാരോട് കൈയ്യൊടുക്കാനും സലാം പറയാനും ഇഷ്ടപ്പെടാനും ഒന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഭാര്യയെ 10-20 കൊല്ലം പോറ്റുമ്പോൾ അവളോട് പെരുമാറുന്ന പെരുമാറ്റം എങ്ങനെ, അതനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഭാര്യമാരുണ്ടോ ഈ സാസിൽ പേര് ഇങ്ങക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറയുന്നുണ്ടാവും. ഉപ്പോ ഇതാണ് റസൂലുള്ളാഹിന്റെ പെരുമാറ്റമെങ്കിൽ ഇങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ മണ്ഡലം പ്രസിഡന്റ് അല്ലേ, നിങ്ങൾ പള്ളി പ്രസിഡന്റ് അല്ലേ എന്ന് ചിലപ്പം ഭാര്യമാർ മനസ്സിൽ വരും. അത് തിരിച്ചും ചിന്തിച്ചാൽ മതി. പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഉദാഹരണം, ഫദ്ലക്കുമരിയും അദ്ദേഹത്തിന്റെ കുടുംബവും എൻ്റെ വീട്ടിൽ വന്നു എന്ന് വിചാരിച്ചോ. അപ്പൊ ഞാനും ഭാര്യയും പെരുമാറുന്നത് കണ്ടാൽ ഫദ്ലക്കുമരിന്റെ ഭാര്യക്കും അദ്ദേഹത്തിന് തോന്നി, ഇവർ എന്തൊരു സ്നേഹത്തിലാണ്, ഇതുപോലെ തിരിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഓല് രണ്ടാളും പെരുമാറുന്നതായിട്ട് എനിക്കും തോന്നും, ഞങ്ങൾ ഇവരെ പോലെ ആയിരുന്നെങ്കിൽ. സത്യത്തിൽ വിരുന്നുകാർ വരുമ്പോ നമ്മൾ തലേന്ന് വരെ പിണക്കിലാണെങ്കിലും ഓളോട് നമ്മൾ എന്താ പറയാറോ,
പാച്ചേ നീയും ഞാനും തമ്മിൽ ഇന്ന് തെറ്റാണ്, നാളെ നാള് വരുന്നുണ്ട്, അതുകൊണ്ട് ഇജ്ജും ഞാനും നല്ല രസത്തിലും ചിരിച്ചും കളിച്ചും ഒക്കെ ബന്ധപ്പെട്ടോ പറയും. ഇത് കണ്ടിട്ടടി നമ്മൾ എന്ത് പറയണേ? വരെ പോലെ നല്ല ദാമ്പത്യം എന്നും ഒരേപോലെ ആകണം. ആള് വന്നാലും വന്നില്ലെങ്കിലും അതിന് കഴിയോ? അതാ റസൂലുള്ളാഹ്, അതാ നബി സല്ലല്ലാഹു. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇരിക്കുക ഒരു സ്ഥലത്ത്, ആയിഷാ ബീവി വരേണ്ടിട്ട് ഒരു ഒറ്റ തള്ളങ്ങ് വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ് പോയി, നിലത്തേക്ക് ഇരുന്നു പോയി, ചന്തി കുത്തി ഇരുന്നു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയിഷാന്റെ ഒരു കുട്ടിക്കളി, ആയിഷാ ബീവി പ്രായം കുറഞ്ഞാൽ. അപ്പോഴേ റസൂലുള്ളാഹി പറയുന്നത് എന്താണ്? ഈ ആയിഷാന്റെ ഒരു കുട്ടിക്കളി എന്നാ പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് അങ്ങനെ വരിക, വന്ന് സലാം പറഞ്ഞപ്പോൾ ആയിഷാ ബീവിക്ക് ഒരു കുശുമ്പ് തോന്നിപ്പോയി. കാരണം മറ്റൊരു ഭാര്യയുടെ അടുത്ത് നിന്നാണല്ലോ വരുന്നത്, പെണ്ണിന് സൈക്കിളിലോ. ആയിഷാ ബീവി റളിയല്ലാഹു തആല ഒറ്റ തടട വെച്ചു കൊടുത്തു ആ പാത്രത്തിന്. ആ പാത്രത്തിൽ മറ്റൊരു ഭാര്യ കൊടുത്തയച്ച കുറച്ച് ഭക്ഷണം ഒരു തട്ടട വെച്ചു കൊടുത്തു. വേണമെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിലോ ചാടിയുള്ള മോന്തക്കുട്ടി ഠേ എന്ന് പൊടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. അടുക്കളയിൽ ചെന്നിട്ട്, കിച്ചണിൽ ചെന്നിട്ട് വേറൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന് ആയിഷാ ബീവി നോക്കി നിൽക്കി കാൽമുട്ട് മരുഭൂമിയിൽ കുത്തിവെച്ച് അവിടുന്ന് ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പൊടി തട്ടി ഒരു പാത്രത്തിൽ എടുത്തു വെച്ച് കിച്ചണിൽ കൊണ്ടുപോയി വെച്ചിട്ട് നബിയുടെ വിരിപ്പിലേക്ക്, ബെഡിലേക്ക്, അതായത് നബിയുടെ കട്ടിലിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹ്. അപ്പോഴേക്ക് തന്നെ ആയിഷാ ബീവിയുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത. ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇരിക്കുക, ഓടിയിട്ട് നിലത്ത് അങ്ങോട്ട് ഇരുന്നു. ആയിഷാ ബീവി നിലത്ത് അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് രണ്ട് കൈയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിൽ വെച്ചിട്ട് പറഞ്ഞു, മാപ്പാക്കണം, മാപ്പാക്കണം, അന്നവ പറ്റിപ്പോയതാ, ചിന്തിച്ചില്ല ഒന്നും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സത്യത്തിൽ നമ്മളൊക്കെ ആണെങ്കിലോ ഒരു 3 ദിവസത്തേക്ക് അവളായിട്ട് പിണങ്ങി നിൽക്കാൻ നമുക്കത് മതി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ആയിഷാ ബീവിയുടെ തലയിലൂടെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ചാലിച്ചു പറഞ്ഞു, ആയിഷ, ഞാനല്ലാതെ ഇപ്പം ആരാ നിന്നോട് മാപ്പാക്കാൻ? എനിക്ക് സാരില്ല, പക്ഷെ ഉടഞ്ഞ പാത്രം വേറൊരു ഭാര്യൻ്റെതാണ്, അത് ഓള് കോംപ്രമൈസ് ആകുമോ എന്നുള്ളത് ഒന്നടന്ന് നോക്കളാം. അതവിടെ കഴിഞ്ഞു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ഭാര്യയോട് ഭർത്താവ് പിണങ്ങി. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരോട് ഞാൻ പറയാണ്, പിണങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹം മിണ്ടുന്നത് വരെ, ഭർത്താവ് തന്നോട് സംസാരിക്കുന്നവരെ ഞാനും മിണ്ടൂല. കടന്നിൽ കുത്തിയ മാതിരി ചായ ഒക്കെ അങ്ങനെ കൊണ്ടുപോയി അവിടെ വെക്കുണ്ടാവും, ഇങ്ങനെ മൊത്തം നോക്കുന്നു. സത്യല്ലേ? ഇങ്ങനെ ചിന്തിച്ചതൊക്കെ നമ്മുടെ പച്ച ജീവിത. കിടപ്പറയിൽ വന്നു, ഓളോട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഓളെ കയ്യുമ്മൽ ഇങ്ങനെ തടവിയപ്പോ, നിങ്ങളായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. ഇതെല്ലാം സംഭവിക്കുന്ന എന്തുകൊണ്ട്? റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഭാര്യയോട് ഭർത്താവ് പിണങ്ങിയ ആ ഭാര്യ എന്ത് ചെയ്യണമെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഓടിച്ചെന്ന് രണ്ട് ഭർത്താവിന്റെ സെടുത്ത് എന്നിട്ട് രണ്ട് കൈയും ഭർത്താവിന്റെ കയ്യിലട് കൊടുത്തിട്ട്, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടാതെ ഞാനൊരു ഭക്ഷണം ഇനി കഴിക്കൂല, നിങ്ങൾ എനിക്ക് മാപ്പ് തരാതെ ഒരു ഭക്ഷണവും ഞാൻ ഇനി കഴിക്കൂല. നമ്മളോ, നിങ്ങൾ മാപ്പാക്കിയാലും വേണം, ഞാൻ എൻ്റെ വീട്ടിൽ പോകാറ്. സത്യല്ലേ? മുസ്ലിങ്ങളാണ്, മുജാഹിദുകളാണ്, സെലഫികളാണ്, സമസ്തയാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, എല്ലാവരും ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. സത്യല്ലേ? ഒന്ന് നല്ലോണം ആലോചിച്ച് നോക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്നുള്ള വിഷയം നമുക്ക് വേണ്ടിയാണോ? എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? നമ്മുടെ ജീവിതത്തിലെ അത് ഉണ്ടാവേണ്ടത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ ആയിഷാ ബീവിയെ വിളിച്ചുണർത്തും. സുബൈയുടെ തൊട്ട് മുമ്പ് റസൂലുള്ളാഹി തഹജ്ജുദ് നിസ്കരിച്ച് അവസാനിക്കാൻ നേരം, എന്നൊക്കെ എല്ലാവർക്കും അറിയാം, ആയിഷാ ബീവിയുടെ കാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്നിടത്തേക്ക് വരും. ഒരു വിരിപ്പില നിസ്കാരം, വലിയ സൗകര്യങ്ങളൊന്നുമില്ല, അങ്ങക്കറിയാം. ആ വിരിപ്പിൽ നിസ്കരിക്കുമ്പോൾ നബി സുജൂദ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടാവും ആയിഷാ ബീവിയുടെ കാല്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആയിഷാ ബീവിയുടെ കാല് ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് സുജൂദ് ചെയ്യും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, തൊട്ട ഒതു മുറിയില്ല. ഭാര്യമാരെ തൊട്ടാ ഒതു മുറിയോ? റസൂലുള്ളാഹി ഒതുവില, നിസ്കാരത്തില ആയിഷാ ബീവിയുടെ കാല് അവിടെ മാറ്റി വെച്ചു. അപ്പൊ ആ സംശയം കൂടെ ദൂരീകരിക്കപ്പെട്ടു. സത്യല്ലേ? നല്ലോണം ആലോചിച്ചു നോക്കേ. എന്നിട്ട് ആയിഷാ ബീവിയെ വിളിച്ചോണത്തു, ആയിഷ എഴുന്നേക്ക്, തഹജ്ജുദ് നിസ്കരിക്ക്. ഇനി റസൂലുള്ളാഹി പറയാണ്, ഭാര്യമാരെ ശ്രദ്ധിച്ചോളി, എന്താ പറയണേ? ഭർത്താവ് എഴുന്നേറ്റില്ല തഹജ്ജുദ് നിസ്കരിക്കാൻ, എന്നാ ഭാര്യ ചെന്നിട്ട് വെള്ളം കുടഞ്ഞു ഭർത്താവിന്റെ മുഖത്ത്. എഴുന്നേക്കി മനുഷ്യ എന്നാണ് റസൂലുള്ളാഹി പറയാണ്, ആ ഭാര്യയോട് അല്ലാഹ് റഹ്മത്ത് ചൊരിയട്ടെ. തിരിച്ചു ഭർത്താവ് അങ്ങനെ തന്നെ. നമ്മളോ വെള്ളം കുടഞ്ഞ പിറ്റേന്ന് തൊലാക്ക്, അന്ന 3 മൊയ്യും ചെല്ലി ഹമുക്കേ. സത്യല്ലേ? നമ്മളെങ്ങാൻ കിടന്നുറങ്ങുമ്പോ നമ്മളെ മുഖത്ത് വെള്ളം തെളിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ച എന്താ നമ്മളെ അവസ്ഥ? ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടില്ലേ? ഈ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ വീട് ഒരു ചെറിയ വട്ടം, നേരം പുലരുന്നവരെ. എന്താ സംഗതി? അദ്ദേഹം രാത്രി ദീർഘമായി നിസ്കരിക്കും. നിസ്കാരത്തിന്റെ അവസാനെത്തുമ്പോൾ അദ്ദേഹം ഭാര്യയെ വിളിക്കും.
ഭാര്യയുടെ നിസ്കാരത്തിന്റെ അവസാനം എത്തുമ്പോൾ മകളെ വിളിക്കും. അങ്ങനെ ആ വീട്ടിൽ ക്രമം അനുസരിച്ച് തഹജ്ജുദ് നിസ്കാരം നടക്കുകയാണ്. നമ്മുടെ വീട്ടിലോ നേരം പുലരുന്നവരെ നമ്മുടെ മക്കള് ബെഡ്റൂമിൽ കയറി മൊബൈലിൽ കളിക്കുകയാണ്, എല്ലാ തോന്നിയാസം ആസ്വദിക്കുകയാണ്, ബാപ്പ ഉമ്മ ഒക്കെ. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ലോകം മാറിപ്പോയി. അതുകൊണ്ട് എല്ലാവരും മരണാനന്തര ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച പോലെ ജീവിച്ചു മരിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ. അത് ഗൗരവമായി പഠിക്കുകയാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭാര്യമാരെ എത്രത്തോളം ആശ്വസിപ്പിച്ചിരുന്നു റസൂലുള്ളാഹ്. അതൊരു വലിയ കാര്യമല്ലേ? ഭാര്യമാരോട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി നബിയുടെ സ്നേഹം പരിശോധിച്ച രംഗങ്ങളുണ്ടായി. അതായത് മദീനയിൽ പെരുന്നാൾ ദിവസം കളരിപ്പയറ്റ് നടത്താൻ വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരും. അപ്പം അത് കാണണം. പള്ളിയിൽ നടക്കി ഈ കളരിപ്പയറ്റ് കാണുക ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. മറ്റുള്ളവരെ പേടിപ്പെടുത്തേണ്ട ശാഖനെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. ഒരാഘോഷം, വിനോദം എന്നുള്ളവർക്ക് നമ്മൾ കരാട്ടയൊക്കെ കാണുന്നത് പോലെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആയിഷ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. അപ്പൊ നബിയുടെ ഷോൾഡറിൽ ആയിഷ ബീവി താടി കുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കുറേ സമയം ആയിഷ ബീവി ഇങ്ങനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ മതിയോന്ന്. നബിയുടെ ഷോൾഡറിൽ ആയിഷ ബീവിയുടെ താടി വെച്ചിട്ട് നബിക്ക് കനം തൂങ്ങാണ്. ആയിഷ മതിയോന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, ഇല്ല, കുറച്ചുകൂടി വേണം. വീണ്ടും റസൂലുള്ളാഹി അവിടെ വെച്ചു കൊടുക്കുകയാണ്. വീണ്ടും റസൂലുള്ളാഹി ചോദിക്കുക, ആയിഷ മതിയായോന്ന്? ഇല്ല. ആയിഷ ബീവി പറയുന്നുണ്ട്, നബി എന്നെ എത്രത്തോളം നബിക്ക് എന്നോട് ഇഷ്ടമാണ് എന്ന് പരിശോധിക്കാൻ. അത്ര ഇഷ്ടം അല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു തആല റസൂലുള്ളാഹി ഓടിയിട്ട് ഇതുപോലെ മണലാരണ്യത്തിൽ ഓടിയപ്പോൾ റസൂലുള്ളാഹി തോറ്റുപോയി. ആയിഷ ബീവി ജയിച്ചു. പിൽക്കാലത്ത് ആയിഷ ബീവി അല്പ തടിയൊക്കെ വെച്ചപ്പോ ആയിഷ ബീവി റസൂലുള്ളാഹി ഓടി. അവിടെ റസൂലുള്ളാഹി ജയിച്ചു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്നത്തെ മറുപടി കേട്ടോ, എന്ത് രസമുള്ള ജീവിതമായിരിക്കില്ലേ. എത്ര പ്രായമായിട്ട് റസൂലുള്ളാഹിന്റെ ഏറ്റവും താഴെ നിൽക്കുന്ന ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ഈ സ്നേഹം, ഇത് സിനിമയല്ല, സീരിയലല്ല, കഥയല്ല, നോവലല്ല, അല്ല, ഇത് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചു തീർത്ത മഹാജീവിതം. ആ ജീവിതത്തിന്റെ പൊരുൾ അവസാനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെക്കുകയാണ്. നബിയുടെ തലക്ക് കനം തൂങ്ങുകയാണ്. നബി മരിക്കാൻ പോവാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ മാമന്റെ കയ്യിൽ ഒരു അറാഖിന്റെ കൊള്ളിയുണ്ട്, പല്ല് തേക്കാനുള്ള ഒരിത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരക്കമ്പിലേക്ക് നോക്കി. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല നബിയുടെ നേരെ ചെന്നിട്ട് അവരുടെ വായ നബിയുടെ കാതിലേക്ക് വെച്ചിട്ട് ചോദിച്ചു, അല്ല, പല്ല് തേക്കാൻ അത് വേണോ, ആഗ്രഹിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി ആംഗ്യം കാണിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാമന്റെ കയ്യിൽ ആ കൊമ്പ് വാങ്ങി, എന്നിട്ടത് വായിലിട്ടു. ശരിക്കും ശ്രദ്ധിക്കണം, ഭാര്യയുടെ വായിലിട്ടു. അപ്പൊ ഭാര്യയുടെ തുപ്പലും ഉമിനീരും ഒക്കെ ഉണ്ടാവുമല്ലോ. ശരിക്കും ചിന്തിക്കി, അതിങ്ങനെ കടിച്ചു പരുവപ്പെടുത്തി പാകപ്പെടുത്തി മയപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, ഭാര്യമാരെ നമുക്കതിനുള്ള സൗഭാഗ്യം ഉണ്ടാവണം. ഭർത്താവിന്റെ തല മടിയിൽ വെച്ച് ഭർത്താവ് മരിച്ചു പോകുന്നതിലെ തിരിച്ച് ആയിഷ ബീവി പറയാണ്, ഞാൻ വലിയ ഭാഗ്യവതിയാണ്. എന്താ, ലോകഗുരു എന്റെ മടിയിലിരുന്നു കൊണ്ടാ മരിച്ചത്. തീർന്നില്ല, എന്റെ ഉമിനീരും എന്റെ പ്രവാചകന്റെ ഉമിനീരും ലാസ്റ്റ് എന്റെ ഉമിനീര് നബിയുടെ വായിലൂടെ ഇറങ്ങിപ്പോയിക്കൊണ്ടാണ് ഞാനും റസൂൽ എന്നിൽ നിന്ന് വിട പറഞ്ഞത്. അങ്ങനൊരു സ്നേഹം സിനിമയിലും സീരിയലിലും അല്ലാതെ ജീവിതത്തിൽ സുഹൃത്തുക്കളെയും നമ്മൾ തമ്മിലുണ്ട്. എന്നും ഭാര്യയെ കാണുമ്പോൾ പുതുമ. നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നല്ലേ? അല്ലേ? നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നല്ലേ? സത്യമല്ലേ അത്? ആ സന്തോഷം എങ്ങനെ ഉണ്ടാവുക? ഭാര്യ, അതായത് അവൾ ഓരോ നിമിഷവും ഞാൻ ഏറ്റവും സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ ഭർത്താവിനെയാണ്. മിക്കവാറും നമ്മുടെ ഭാര്യമാര് പുറത്തു പോകുമ്പോഴാണ് നന്നായി ഒരുങ്ങുക. അപ്പൊ ഭർത്താവ് ഇങ്ങനെ നോക്കൂ, ആളെ മാറിപ്പോയോ, ജിന്റെ കെട്ടിയോള് തന്നെയല്ലേ, എനക്ക് എന്തൊരു ചൊറുക്ക. പക്ഷെ അവന്റെ കൂടെ മണിയറയിൽ വരുന്ന എങ്ങനെ, എല്ലാ അഴുക്കും ഡ്രസ്സിലാക്കിയിട്ട്. ശരിക്കും എന്താ വേണ്ടെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അപ്പൊ നമ്മളെല്ലാവരും വീട്ടിലാവുമ്പോൾ ഭാര്യക്ക് പണി കൂടും. അവിടെ നമ്മൾ ആരും ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്യണം. അതെന്താ അത്? ഇപ്പോൾ ഒരുപാട് മക്കള് അല്ലെ, കുടുംബം ഭക്ഷണമൊക്കെ കഴിച്ച് ഒത്തിരി പാത്രങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഗ്ലാസ്, പ്ലേറ്റ്, അതുപോലെ പലതും, കറി വിളമ്പിയ പാത്രങ്ങൾ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വേഗം ബെഡ്റൂം പോയിട്ടുള്ളവർ, നീ വേഗം വരണം കേട്ടോ, ബെഡ്റൂമിലേക്ക് വരണം എന്ന് പറയും. ആ സാധുവിന് 1 മണിക്കൂർ പണി ഉണ്ടാവും അടുക്കളയിൽ. നേരെ മറിച്ച് ആ 1 മണിക്കൂർ നമുക്ക് അരമണിക്കൂർ ആക്കാം. എങ്ങനെ ബോധപൂർവം ശ്രമിച്ച അരമണിക്കൂർ. 2 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, 1 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചു വരുമ്പോഴേക്ക് ഭർത്താവ് എന്ത് ചെയ്തിട്ടുണ്ടാവും?
ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. കാറ്റ് പോയി, വെള്ളം പോയി. നമ്മൾ വന്നു നോക്കുമ്പോൾ ഭർത്താവ് ഉറങ്ങി. നേരെ മറിച്ച് ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ബെഡ്റൂമിൽ എത്താൻ ഒരു പണിയുണ്ട്. അതെന്താ? 1 മണിക്കൂറാണല്ലോ ഓള് പാത്രമൊക്കെ കഴുകേണ്ടത്. ഭർത്താവും കൂടെ കിച്ചണിൽ ചെല്ലുക. 30 പ്ലേറ്റ് ഉണ്ടെങ്കിൽ 15 എണ്ണം മൂപ്പര് കഴുകുക, 15 എണ്ണോളൂ. അരമണിക്കൂർ ചുരുങ്ങി കിട്ടി. അരമണിക്കൂർ രണ്ടാളെ ജീവിതത്തിലും കിട്ടി. ആ അരമണിക്കൂർ രണ്ടാളും ഒന്നിച്ച് 2 ടോയ്ലറ്റ് കയറി വൃത്തിയായി ബെഡ്റൂമിലെത്തുന്നു. സന്തോഷകരമാണ്. ബോധപൂർവ്വം ഇടപെടണം ജീവിതത്തിൽ. ബോധപൂർവ്വം ഇടപെടണം, സഹായിക്കണം. രാവിലെയായി ഭാര്യക്ക് കുട്ടികളൊക്കെ പറഞ്ഞേക്കണോ, ഒന്ന് മുറ്റടിക്കണോ, അടിക്കണം. ചൂലെടുക്കണോ, എടുക്കണം. തേങ്ങ ചിരണ്ടണം. ഫിഷ് കട്ട് ചെയ്ത് കൊടുക്കണോ, കട്ട് ചെയ്ത് കൊടുക്കണം. പച്ചക്കറി കട്ട് ചെയ്യണോ, കട്ട് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണ്, രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ പള്ളിയിൽ പോയി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ആണുങ്ങൾ കിടക്കും. ചിലപ്പോൾ ഞാൻ 1 മണിക്കൂർ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കും. ഭാര്യയോട് നമ്മൾ എന്താ പറയുക? എടി 8 മണിയാകുമ്പോൾ നീ എന്നെ വിളിക്കണം. അപ്പോൾ അവൾ പറയും, നിങ്ങൾ കിടന്നോളൂ, ഞാൻ ചായ ആയിട്ട് നിങ്ങളെ വിളിക്കാം. ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അവൾ രാവിലെ സുബഹിസ്കരിച്ച് നമ്മൾ പറയുകയാണ്, ഞാൻ 2 മണിക്കൂർ കിടക്കട്ടെ, 8 മണിക്ക് പുട്ടാവുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടാവുമോ? ഇനി നമ്മൾ നമ്മുടെ ശരീരത്തിൽ എവിടൊക്കെ വസ്ത്രം ഉണ്ടോ അത് മുഴുവൻ അയച്ച് ചുരുട്ടി ഓളെടുത്തേക്കാട്ട് എറിഞ്ഞു കൊടുക്കും. ഓളെന്തെങ്കിലും ഓളൊരു വസ്ത്രം അങ്ങനെ അയച്ചിട്ട് ചുരുട്ടി എറിഞ്ഞ് അലക്കൂടി കാക്ക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇസ്ലാമിൽ നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട, നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു തരാൻ ഓൾക്ക് ബാധ്യത ഒന്നും അല്ല പറഞ്ഞിട്ടില്ല. ഒരു സ്വമേധയാ ചെയ്തെന്നാ നമ്മൾ ചെയ്തോളുക, അത്രയാ. പക്ഷേ എന്ത് വർക്കും അവൾക്കാണ്. നമുക്ക് 10 ദിവസം ലീവ് കിട്ടിയാലോ, നമ്മൾ വീട്ടിലുള്ള ദിവസമാണ് ഭാര്യ ഏറ്റവും നല്ല ഭക്ഷണം വെക്കുക. അല്ലെങ്കിൽ ഭാര്യമാരെന്താ ചെയ്യറിയോ, തലേന്നുള്ള പരിപ്പ് കറി ഒന്നുകൂടി ചൂടാക്കി പിറ്റേന്ന്. നേരെ വെച്ച് ഭർത്താവ് ഉണ്ടെങ്കിലോ നല്ല ഭക്ഷണം എന്നോളെല്ലാം ഉണ്ടാക്കും. അമ്മ ഓള് നല്ലോണം ഭക്ഷണം കഴിക്കണത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഭർത്താവിന് ഓഫീസിൽ പോയാൽ ശമ്പളം ഉണ്ട്. ഓൾക്ക് കിച്ചണിൽ രാവും പകലും പണിയെടുത്ത ആരാ ഓക്ക് ശമ്പളം കൊടുക്കണേ? ആ പെണ്ണിനെ കുറിച്ചാ റസൂലുള്ള പറഞ്ഞത്, അവളെ അള്ളാഹു നിനക്ക് കീഴ്പ്പെടുത്തി തന്ന നിന്റെ അടിമയല്ല. 1-ാമത്തെ മേഘന കാർട്ട, മനുഷ്യാവകാശ പ്രഖ്യാപനം. അത് ഓർക്കണം നമ്മള്. നമ്മളിങ്ങനെ യാത്ര പോകും. ഞങ്ങളൊക്കെ ചിന്തിക്കുന്നതാണ്. ഇപ്പം ഞാനിവിടെ 6 മക്കളുണ്ട്. ഒറ്റക്ക് ചെയ്യണം രാവിലെ എല്ലാം. അതിൻ്റെ ഒരു പ്രയാസം നമ്മളൊക്കെ ആലോചിക്കുക, തമ്മിൽ ആലോചിക്കുക. നമുക്ക് സ്വർഗം കിട്ടണം, അതിന് എന്ത് വേണമെന്നറിയോ? അതുകൂടെ ഞാൻ പറയാ. ഭാര്യയും ഭർത്താവുമായിട്ട് 10-20 കൊല്ലമൊക്കെ ജീവിച്ചു. സാധാരണഗതിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ഉഷാറാണെന്നൊക്കെ പറയും. പിന്നെ ഒരു കുട്ടിയോ 1-2 കുട്ടിയൊക്കെ ആയാലോ, അങ്ങനൊക്കെ ആയിപ്പോയില്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോവുകയല്ലേ. അങ്ങനെ ഒരു ഓവർ ദാമ്പത്യം അതല്ല. ഓരോ ദിവസവും എന്താ ലി തസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്ന് പറഞ്ഞ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ എന്ന് എന്തിനാ അല്ലാഹ് 30-ാം അധ്യായം 21 പറഞ്ഞ്? നീ അവളിലേക്ക് സമാധാനം അടയാൻ, ശാന്തി അടയാൻ അല്ലേ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അന്യ സ്ത്രീനോട് ഫോൺ വിളിച്ചിട്ട് എത്ര മണിക്കൂറും കൊഞ്ചാന് ഒരു മടിയും ചില ഭർത്താക്കന്മാർക്ക് ഉണ്ടാവില്ല. തിരിച്ചു ഓളും അങ്ങനെ തന്നെ. നമ്മളെന്താ വെച്ചാൽ ഓഫീസിൽ അപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്ന പെണ്ണ് കൊഞ്ചി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇവളെ പോലെ ആയില്ലല്ലോ എൻ്റെ ഭാര്യയാന്ന്. സത്യത്തിൽ നമ്മൾ നമ്മുടെ ഭാര്യനോട് കൊഞ്ചാത്തോണ്ട് ഓളും കൊഞ്ചില്ല. ഓളോട് കൊഞ്ചി നോക്കി, ഓള് കൊഞ്ചു. ഇത് അന്യനോടല്ല, അവനാന്റെ ഭാര്യനോട് മുത്തേ ചക്കരയെന്നൊക്കെ വിളിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ വിളിക്കാനില്ല. ഓളെ ശരിക്ക് പക്കായിട്ട് ഇവിടെ അങ്ങനെ പോത്തിനെ നയിക്കണ മയിറില്ലേ, അതല്ല. അവളോടാ കൊഞ്ചേണ്ടത്, അവളോടാ നിങ്ങൾ കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വീട്ടിലേക്ക് ഇങ്ങനെ ധൃതിയിൽ വരികയാണ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഊഴമാണ് അന്ന്, ആയിഷ ബീവിയുടെ ദിനമാണ്. വന്ന ഉടനെ സലാം പറഞ്ഞ് സലാം അടക്കിയിട്ട് ആയിഷ ബീവി അല്പം റൊമാൻറ്റിക് മൂഡിൽ പറയണെന്തറിയോ, നിങ്ങൾക്ക് നിങ്ങളെ മാറിടത്തിലേക്ക് തല വെച്ച് കിടക്കണോ? ആയിഷ ബീവി പറയാണ്, ഇന്ന് എനിക്ക് നിങ്ങളെ മാറിടത്തിലേക്ക് തല വെച്ച് കിടക്കണോന്ന്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ സംഗതി ശരിയാണ്, ഇന്ന് നിന്റെ ഊഴമാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആനിലെ 2 വചനം എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. നീ പായ എടുത്തിട്, ഞാൻ നിസ്കരിക്കട്ടെ എന്ന്. ആയിഷ ബീവിക്ക് വേഗം മനസ്സിലായി വഹി ഇറങ്ങുന്ന റസൂലാണ്. അതുകൊണ്ട് ആയിഷ ബീവി വേഗം പായിട്ട് കൊടുത്തു. കരഞ്ഞുകൊണ്ടേ റസൂലുള്ളാഹി നിസ്കരിച്ചു. അപ്പൊ അവരൊക്കെ ജീവിച്ചു. അത് വലിയ ഗൗരവമായി നമ്മൾ കാണണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബീവി ഉപേക്ഷിക്കുമ്പോൾ അവസാനം ചോദിക്കല്ലേ, അല്ല പറഞ്ഞിട്ടാണോ? അല്ല പറഞ്ഞിട്ട്, എന്നാ ഞങ്ങൾക്ക് അല്ല മതി. അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാനിവിടെ ഇത് കൂടുതൽ പറയണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി മാനവരിൽ മഹോന്നതൻ എന്ന് പറയുമ്പോൾ ഇതൊരു വ്യത്യസ്തമായ തലമാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത ജീവിതചര്യ അത് അവര് പകർന്നു നുകർന്നു.
അതുകൊണ്ട് തന്നെ അവർ ലോകത്തിലെ ഏറ്റവും വലിയ ജേതാക്കന്മാരായി, നേതാക്കന്മാരായി, ഏത് വിഷയത്തിൽ അവർ മാതൃകയായി. അങ്ങനെ മാതൃകയാകണമെന്നാണ് ഈ ദ്വീപിലെ എൻ്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളോടും നമ്മൾ പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന അതാണ്, അല്ലാതെ കള്ളക്കഥകളോ. നേരത്തെ പറഞ്ഞ ഞാൻ ആ ബെയ്ത്തിന്റെ പണ്ട് NP അബ്ദുൽ ഖാദർ മൗലവിയിൽ നിന്ന് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഏത് പള്ളിയിൽ വെച്ചിട്ട് ബിംബങ്ങളോട്, അതല്ല ബിംബങ്ങളെ നിങ്ങൾ എന്താ തലകുത്തി നിൽക്കണത്, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എന്താ കരയണത് എന്ന് പള്ളിയിൽ വെച്ചിട്ടാണ് ബിംബാരാധകരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബിന്റെ ഉമ്മത്ത് അല്ലേ? ആലോചിച്ചു. അല്ലാഹുവേ വബനിയ അൻ അഅ്ബുദൽ അസ്നാം. അവിടെ നമ്മൾ പള്ളിയിൽ നിന്ന് ബിംബത്തെ കുറിച്ച് സങ്കടം പറയണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ നിങ്ങളോട് പറയണെന്നറിയൂ. നിങ്ങൾ കണ്ടോ, ഞങ്ങൾ ഇവിടെ ഈ നാട്ടിലിപ്പോൾ ഇന്നലെ മുതൽ ഞാനൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ കണ്ടോ, ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ടൂ വീലറിൽ അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു, നടന്നു പോകുന്നു, ഇവിടുത്തെ ജനങ്ങളുമായി കാണുന്ന കുട്ടികൾ കൈ കൊടുക്കണം. എന്താ, നമ്മളൊക്കെ അള്ളാന്റെ കോടതിയിൽ നമ്മൾ അള്ളാന്റെ അടിമകളാണ്. അവിടെ നമ്മൾ രക്ഷപ്പെടണം, അവിടെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ആ രക്ഷപ്പെടാൻ നമ്മൾക്ക് എത്ര വിനയപ്പെടാൻ പറ്റുമോ അങ്ങനെ വിനയപ്പെടേണ്ടവരാണ് നമ്മൾ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം നടത്തിയ പോലെ കച്ചവടം നടത്തണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മാർക്കറ്റിൽ വന്നു. ഈത്തപ്പഴത്തിൽ വെള്ളം ചേർത്ത് വിൽക്കുന്ന ചിലരെ കണ്ടു റസൂലുള്ളാഹ്. അപ്പൊ റസൂലുള്ളാഹ് രണ്ട് കൈ കൊണ്ട് ഈത്തപ്പഴം എങ്ങനെ മാന്തി നോക്കിയപ്പോ വെള്ളം ഇങ്ങനെ ഇറങ്ങാ തായോട്ട്. റസൂലുള്ളാഹ് ചോദിച്ചു, പടച്ചോനെ പേടിക്കുന്നില്ലേ? ഇതെന്തൊരു അന്യായമാണ്. കാരണം ഈത്തപ്പഴത്തിൽ വെള്ളം ചേർന്നാൽ വെയിറ്റ് കൂടും, അപ്പൊ തൂക്കം കൂടും. കുറച്ച് എണ്ണം തൂക്ക കൂടുതൽ, അത് വഞ്ചനയാണ്. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അബ്സനുഹും യുഖ്സിറൂൻ അലാ യളന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ലോകനാഥന്റെ മുമ്പിൽ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അവിടെ നമ്മൾ നരകത്തിലായി പോവും. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അത് എത്രത്തോളം നിറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് 2-3 സംസാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ അത് പറയും. ഞാൻ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ നബിയുടെ പേരക്കുട്ടി ചെറിയ കുഞ്ഞല്ലേ, ഫാത്തിമ ജീവനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കരളിന്റെ കരൾ എന്നാണല്ലോ റസൂലുള്ളാഹി. ആ ഫാത്തിമ ബീവിയുടെ കൊച്ചു മക്കള് പൊതുമുതലിൽ കൂട്ടിയിട്ട ഈത്തപ്പഴം, അതിൽ ഒരു ഈത്തപ്പഴം എടുത്തിട്ട് ഒരു കാരക്ക എടുത്തിട്ട് വായിലിട്ടപ്പോ ഹബീബായി റസൂലുള്ളാഹി പറയുന്നത്, മോനെ തുപ്പിക്കള, തുപ്പ് മോനെ എന്നിട്ട് വായിൽ കൈയിട്ടിട്ട ഈത്തപ്പഴം പൊതുമുതലിൽ നിന്ന് നമുക്ക് തിന്നാൻ പറ്റില്ല. ആ കുട്ടി കരഞ്ഞു. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു കാരക്ക എടുത്തവൻ വായിലിട്ടില്ല. നബി അനുവദിച്ചില്ല ഹറാം തിന്നാൻ. ജീവിതത്തിൽ ഒരിക്കലും നബി ഒരുത്തന്റെ സ്വത്തിൽ നിന്നും ഒന്നും ഭുജിച്ചിട്ടില്ല. നമ്മൾ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ നബിയെ അനുവർത്തിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഭാര്യമാരുണ്ട്. സഹാബത്ത് വീട്ടിൽ നിന്ന് സുബൈ, അതായത് പള്ളിയിൽ നിന്ന് സുബൈസ്കരിച്ചു, ദിക്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരും. എന്നിട്ട് ചായ കുടിച്ച് അവർ ജോലിക്ക് പോകും. ജോലിക്ക് പോകുമ്പോൾ ഭാര്യമാരെന്താ ചെയ്യണത്? വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ഉടല് മുഴുവനും ഉള്ളിലും തല പുറത്തേക്കും ആക്കിയിട്ട് അവർ പറയുമായിരുന്നു എന്നാ. എന്ത്? അതെ, ഭാര്യമാര് പറയുമായിരുന്നു സഹാബികളോട്, അതെ നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ്, ഉപജീവനം തേടി പോവുകയാണ്, ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിലാണ്, നിങ്ങൾ അവിടുന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, പൈസയൊക്കെ, അത് ഹറാമാണോ ഹലാലാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പടച്ചോനെ ഓർത്തിട്ട് ഞങ്ങൾ പട്ടിണി കിടന്നോളാം. പക്ഷേ ഇയ്യാക വകസബൽ ഹറാം, നിങ്ങൾ ഹറാമിനെ സൂക്ഷിക്കണം, ഹറാമ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരരുത്. നമ്മളോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടെ ഞാൻ ചോദിക്കണേ, ഭർത്താവിനോട് ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? രണ്ട് കയ്യിലും പോത്തർച്ചയും കാളർച്ചയും ഒക്കെ കൊണ്ടുവന്ന് നല്ലോണം ഉണ്ടാക്കി തിന്നുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഭർത്താവിനോട് ഞങ്ങൾ പട്ടിണി കിടന്നോളാം, ഇത് ഹറാമാണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അതായിരുന്നു അവർ. അതുകൊണ്ടാ റസൂലുള്ള മാനവരിൽ മഹോന്നതനായത്, സഹാബിമാർ മാനവരിൽ മഹോന്നതനായത്. അങ്ങനെ ആകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു തആല പറയാണ്, തിന്മയായ ഒരു കാര്യത്തിലാണെങ്കിൽ ആ തിന്മയിൽ നിന്ന് ഏറ്റവും ദൂരം വിട്ടു നിന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. നന്മയാണോ അതിൽ ഏറ്റവും മുൻപന്തിയിൽ റസൂലായിരുന്നു. ഞാൻ ഓതിയ ഒരു ഖുർആനിക വചനം അർത്ഥം പറയാം, ഇനി ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, സൂറത്ത് ആറാഫിലെ 157 വചനം, അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തുബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും പേര് പറയപ്പെട്ട നിരക്ഷരനായ ഈ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. എന്നൊരു പറയുന്നത് എല്ലാ നല്ല കാര്യങ്ങളും അനുവദിക്കുന്നു,
എല്ലാ ചീത്ത കാര്യങ്ങളും അദ്ദേഹം നിരോധിക്കുന്നു. നിങ്ങൾക്ക് പൗരോഹിത്യം ചാർത്തിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിമോചിപ്പിക്കുന്നു. അവിടെ ഖുർആൻ ഉപയോഗിച്ചൊരു പദം എന്താണ്? യുഹില്ലു ലഹുമുത് തയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ. നമ്മൾ പെപ്സി കുടിക്കുന്നു, കോള കുടിക്കുന്നു, പാടുണ്ടോ ഇല്ലേ? അള്ളാന്റെ ഗ്രന്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ഇത് പെപ്സി കുടിക്കണ്ടെന്ന് ഖുർആൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട. റസൂലുള്ള നല്ല പാനീയങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കുന്നു. പെപ്സിയും കോളയും നല്ലതാണോ? ഒരു പല്ല് കുത്തിക്കുഴിച്ച് പെപ്സിയിലോ കോളയിലോ ഇട്ടാൽ ഒരാഴ്ച കഴിഞ്ഞാൽ അത് ഈ ദ്രാവകത്തിൽ ലയിച്ചു പോവും. അത്ര വലിയ മാരകമായ കോള കുടിച്ച് മരിച്ചു. കോളയും പെപ്സിയും കുടിക്കല്ലേ എന്ന് പറയുന്ന ഏതടിസ്ഥാനത്തിലാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലത് കുടിക്കാനാ നമ്മളോട് പറഞ്ഞേ, നല്ല ഭക്ഷണം കഴിക്കാനാ നമ്മളോട് പറഞ്ഞേ. പന്നിമാംസം കഴിക്കരുത് എന്ന് പറഞ്ഞു. ആരോഗ്യത്തിന് ഹാനികരമാകുന്നതൊന്നും നമുക്കറിയാം. സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നത് നമ്മൾ പറയുന്നു അത് ശരീരത്തിന് ഹാനികരമാണ്. പുകവലിക്കുക എന്ന് പറഞ്ഞാൽ സമയം, പണം, അതുപോലെ ജീവിതം, ആരോഗ്യം ഒക്കെ. നന്നായിട്ട് പുകവലിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ഒരു പെണ്ണെങ്ങനെ കിടക്കും? നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ റൂമിൽ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ഒരുത്തനെ നിങ്ങൾ കിടത്തി നോക്ക്, എന്നിട്ട് അയാളുടെ കൂടെ കിടന്നു നോക്ക്, ചിലപ്പോൾ നിങ്ങൾ മരിച്ചു പോകും. ചിലപ്പോൾ നിങ്ങൾ മരിച്ചു പോകും. ഈ നിക്കോട്ടിൻ്റെ വായുവിലൂടെയുള്ള മാത്രമല്ല, അയാൾ എങ്ങനെ ചുംബിക്കും ഭാര്യയെ? എങ്ങനെ ചുംബിക്കും? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിലാണ് കഞ്ചാവ് കൃഷിയുടെ ഒക്കെ ആരംഭം. ഉലമാക്കൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഹറാമെന്നാ പറഞ്ഞ്. ഈ ലക്ഷദ്വീപുകളിലൊക്കെ മയക്കുമരുന്നോ കഞ്ചാവോ കൊണ്ടുവന്ന് വിൽക്കുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാ, ചെയ്യരുത്. അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം നൽകി. സിനിമാ തിയേറ്ററുകളില്ല, കള്ളുഷാപ്പുകളില്ല, അനവധി ചിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾക്ക്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കോഴിക്കോടോ എറണാകുളത്തോ ഒക്കെ ഇറങ്ങിയാൽ സെക്സ്, അതായത് പെണ്ണുങ്ങളുടെ വൃത്തികെട്ട പോസ്റ്റർ ഇല്ലാത്ത ഒരൊറ്റ ചുമരുമില്ല. ഇവിടെ ഉണ്ടോ? അത് രാഷ്ട്രീയ ബോർഡ് പോലും കുറഞ്ഞ ബോർഡാണുള്ളത്. അള്ളാഹു നിങ്ങൾക്ക് എത്ര അനുഗ്രഹം ചെയ്തു, എന്നിട്ട് സ്വർഗം നഷ്ടപ്പെട്ടാൽ എന്താ അവസ്ഥ? സുഹൃത്തുക്കളെ, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ ദ്വീപുകളിലേക്ക് ഒരു കപ്പലിൽ ഒരു മൊയിലിയാരും വരരുത് നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ മതി. ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. ഞാൻ വെറുതെ പറയല്ല. സക്കാബിമാരും ഫൈസിമാരുമായി മൊയിലിയാന്മാര് കൊച്ചിയിൽ ബേപ്പൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും കപ്പൽ കയറി നിങ്ങൾക്ക് എത്ര ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? അത് അങ്ങക്ക് നിങ്ങളുടെ നാടിനോടുള്ള ഏറ്റവും വലിയ സ്നേഹം. ഏറ്റവും വലിയ അപകടകാരികൾ അവരാ. നിങ്ങളൊരു സിനിമാ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ ഒരു മൊയിലിയാർ എങ്ങോട്ട് കൊണ്ടിരുന്ന അപകട. നിങ്ങൾ എന്താ മനസ്സിലാക്കി? ആ മൊയിലിയാരങ്ങളെ ക്ഷണിക്കുന്നത് ശിർക്കിലേക്കും കുഫറിലേക്കുമാണ്. ഖുർആൻ ദുർവ്യാഖ്യാനിക്കാനാണ്. നല്ലവണ്ണം ആലോചിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ ദുനിയാവില്, പിന്നെ ആഖിറത്തിലാ. ഇമാം ഗസാലി പറഞ്ഞ വാചകം ഞാൻ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഉറങ്ങുക, ഗഫലത്തിലാണ്. നമ്മൾ ഉണരും മരണത്തോടു കൂടി. നാളെ ഇൻഷാ അല്ലാഹ് ഞാനത് പറയും. മരണം മറന്ന സമൂഹം എന്ന വിഷയത്തിൽ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് വരും. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് ബോധപൂർവം ജീവിതത്തിൽ ഇടപെടി. ഇന്ന് രാത്രി ഇവിടെ ഒരുപാട് പ്രസംഗം നടന്നു. ഈ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഏതൊക്കെ പ്രസംഗത്തിന്റെ പോയിന്റുകൾ ഓരോരുത്തരുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതേ, ആ ശരിയല്ലേ പിൻപറ്റേണ്ടത്? ആ സത്യമല്ലേ പിൻപറ്റേണ്ടത്? അല്ല നമ്മളോട് എന്താ പറഞ്ഞേ? 9-ാം അധ്യായം സൂറത്ത് തൗബ 1:19 119. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, പടച്ചോനെ പേടിക്ക്, സത്യം പറയുന്നവരോടൊപ്പം നിൽക്കീൻ. എന്താ അതിന്റെ അർത്ഥം? ഉസ്താദുമാരുണ്ടാക്കുന്ന ജൽപ്പനത്തെ നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ ആ മുജാഹിദുകൾ പറഞ്ഞ് കേട്ടോളീൻ. അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ അതിന്റെ അർത്ഥം അതാ. മനസ്സിലായി നിങ്ങൾക്ക്? കാരണം നമ്മൾ കളവ് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു മുജാഹിദ് അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നുണ്ടോ? എന്നാ അത് അപാരമായ പാതക. അത് ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പിലാണ് ഞാൻ പറയുന്നത്. ഈ മുജാഹിദുകൾ നിങ്ങളോട് പറയുന്നത് ഈ ഹക്കാണ്. ആ ഹക്ക് ഖുർആനും സുന്നത്തും വെച്ചുള്ള ഹക്ക് അല്ലേ? ആ ഹക്കിലേക്കല്ലേ ക്ഷണിക്കുന്നത്? വതവാസൗ ബിൽ ഹക്കിലെ ഹക്ക് എന്താ? ഖുർആനല്ലേ? ആ ഖുർആനിലേക്ക് ക്ഷണിക്കുക. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. അതിനെ മനസ്സിലാക്കിയ സഹാബത്തിന്റെ ജീവിതത്തിലേക്കാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ഈ നാട്ടിൽ പള്ളിയിലും അവിടെയും ഇവിടെയും ദർസുകളിലൊക്കെ മുസ്ലിയാക്കന്മാരുണ്ടാവും. നാളെ നിങ്ങൾ അവരെ സൗമ്യമായി കൊണ്ടുവരി. നിങ്ങൾ ഉസ്താദുമാർ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? മുജാഹിദുകൾ നിങ്ങളെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു. നാളത്തെ മുഖാമുഖം ചുരുങ്ങിയ സമയമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉസ്താദുമാരെ നേർക്ക് നേരെ കൊണ്ടുവന്ന് ഞങ്ങൾ അവർക്ക് കൂടെ കസേരയിട്ട് കൊടുക്കും. അവർ ചോദിക്കട്ടെ, ദീനല്ലേ? യസ്അലൂനക അനിർ റൂഹ് യസ്അലൂനക മാദാ യുൻഫിഖൂൻ യസ്അലൂനക അനിൽ മഹീലി. അവർ നിന്നോട് ചോദിക്കുന്നു 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 ചോദിക്കുന്നു. അങ്ങനെ ചോദിക്ക്.
ഖുർആനില് സുന്നത്തിൽ ഞങ്ങൾക്ക് അറിയാവുന്നത് ഞങ്ങൾ നിങ്ങളോട് പറയും. അല്ലെങ്കിൽ വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലാത്തത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് പറയും. അറിവുള്ളവരോട് ചോദിക്കും, എന്നിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും. ഇവിടെയുള്ള പ്രവർത്തകരുടെ മൊബൈലിലേക്ക് അതിന്റെ ഡീറ്റെയിൽ വിടും. എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നമുക്കൊരുമിച്ച് മുന്നേറാം, നമുക്കൊരുമിച്ച് സ്വർഗത്തിൽ പോകാം. കാരണം കുൽ ഹൽ യസ്തബിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. അറിവെന്നാൽ അത് ഖുർആനിനെ കുറിച്ചാണ്, അറിവെന്നാൽ അത് റസൂലുള്ളാഹിനെ കുറിച്ചാണ്, അറിവെന്നാൽ അതനുസരിച്ച് ജീവിച്ച സ്വഹാബത്തിനെ കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് കരഗതമാക്കി ഇവിടെ നടന്നിട്ടുള്ള മുഴുവൻ ചർച്ചകളെയും ഭംഗിയായി ശ്രദ്ധിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ സന്നദ്ധരാകണം. അതിനാ നമ്മൾ ശരിക്കും പഠിക്കണ്ട്. നാളെയും മറ്റന്നാളും ഇവിടെ പരിപാടിയുണ്ട്. നാളെയും മറ്റന്നാളും ഉണ്ട്. ഹുസൈൻ സലഫി എല്ലാവരും കേട്ടൊരു മനുഷ്യനാണ്. അള്ളാഹുവിന്റെ തൗഹീദ്, ഏകത്വം ഒരുപാട് സദസ്സുകളിൽ പറഞ്ഞ ആളാണ്. തൗഹീദും സുന്നത്തും പരലോകവും അദ്ദേഹത്തിന്റെ മുഖ്യ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടല്ലോ അദ്ദേഹം നാളെ ഈ മണ്ണിലെത്തും. ഞാൻ പറയണത്, നിങ്ങൾ ഉസ്താദുമാര് പറയുന്ന കളവിലുകളും നിങ്ങളൊന്ന് കേട്ടു നോക്കി നല്ലവണ്ണം. ഞാനിവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും APEK സുന്നികളിലൊക്കെ പെട്ടവരുണ്ടെങ്കിൽ, ത്വരീക്കത്തിലൊക്കെ പെട്ടവരുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒക്കെ വിളിച്ചു കൊണ്ടുവരണം. ഞങ്ങൾ നിങ്ങൾക്ക് കസേര ഇട്ട് തരും. ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾക്ക് ഒഴിഞ്ഞു തരും. നിങ്ങൾ ആ കസേരയിൽ വന്നിരിക്കുക, കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ നല്ലോണങ്ങൾ ചോദിക്കുക. അങ്ങനെ പരസ്പരം ചോദിച്ചും മനസ്സിലാക്കിയും നമുക്ക് നല്ല നിലക്ക് മുന്നേറാം, പഠിക്കാം. ഇനി വരുന്ന 2 ദിവസങ്ങൾ, നാളെ സുബൈ നിങ്ങൾ പള്ളിയിൽ എന്നാൽ അവിടെ ഉണ്ടാവും ക്ലാസ്, അതിനുശേഷം ഉണ്ടാകും ക്ലാസ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇന്ന് കുറെ വീടുകളിൽ കയറി ഇറങ്ങി. നാളെ രാവിലെ സുബൈ കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങാൻ താല്പര്യമുള്ളവർ ഇറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ ലക്ഷദ്വീപിന്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ 4 ഭാഗത്തും കടലാണ്, അതിൻ്റെ ഇടയിൽ കുറച്ച് മനുഷ്യന്മാരാണ്. ഒറ്റ വീടില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും നിങ്ങൾക്ക്. എല്ലാ വീട്ടിലും ഇടക്കിടക്ക് കയറി ഇറങ്ങുക, ഓർമ്മപ്പെടുത്തുക. ആ വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ചോദിക്കുക, എവിടെ TV ഉണ്ടോ? ഉണ്ട്. സിനിമ കാണാറുണ്ടോ? ഉണ്ട്. സീരിയൽ കാണാറുണ്ടോ? ഉണ്ട്. തെറ്റിലാണോ? വാർത്ത കേൾക്കാനാണോ? നല്ലത് പഠിക്കാനാണോ? അതിനൊക്കെ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റി ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഈ കാഴ്ചയും ഈ കേൾവിയും പടച്ചോൻ വിചാരണ ചെയ്യും. ഖുർആൻ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യങ്ങൾ കേൾക്കാതെ, അനാവശ്യങ്ങൾ എന്തും നമുക്ക് ഒരു മുസൽമാന്റെ വീട്ടിൽ കയറി ദീനായി അവനെ പഠിപ്പിക്കാം. അത് അവരോടുള്ള സ്നേഹമാണ്. അവരൊരിക്കലും നരകത്തു പോകരുത്. സൂറത്ത് യാസീനിൽ പറഞ്ഞ ആളെ ചരിത്രം നില ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം സ്വർഗത്ത് പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച എന്താ? പടച്ചോനെ, അവരെന്നെ തച്ചു കൊന്നപ്പോഴും ഞാൻ സ്വർഗാവകാശിയായി എന്നത് എന്നെ തല്ലിക്കൊന്നവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവരോടും നമ്മുടെ സ്നേഹമാണ്. നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ഈ പരിസരത്തുള്ള എല്ലാവരും വന്നത് കേൾക്കണം എന്നാണ്. നമ്മുടെ സദസ്സിൽ എല്ലാവരും വരണം എന്നാണ്. നാളത്തെ പരിപാടിയിൽ എല്ലാവരും വരീൻ. ഈ പ്രസംഗം കേൾക്കുന്ന കടയിലും പരിസരത്ത് റോഡരികിലും ഒക്കെ ഉള്ളവർ നിങ്ങളുടെ കുടുംബത്തെ കൂട്ടി വരീൻ, നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കൂട്ടി വരീൻ. ഇവിടെ ഖുർആനും സുന്നത്തും നല്ല കാര്യവുമല്ലാതെ ഇവിടെ ഇത്രയും സമയം എത്ര പണ്ഡിതന്മാർ പ്രസംഗിച്ചു? ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞോ? ആരെങ്കിലും ഖുർആനിലില്ലാത്തത് പറഞ്ഞോ? സ്വന്തം ബടായി പറഞ്ഞോ? ഏതെങ്കിലും ഉസ്താദിനെ തെറി പറഞ്ഞോ? ചീത്ത പറഞ്ഞോ? ഒന്നുമില്ല. വിഷയങ്ങൾ മാത്രം ഞങ്ങളെ പഠിപ്പിച്ചത്. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ നല്ലൊരവസര. ഈ അവസരമൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും കേൾക്കാതെ പഠിക്കാതെ മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടില്ല. ഇബ്രാഹിം നബിക്ക് ഉപ്പാനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഭാര്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ മകനെ ഭാര്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നൂഹ് നബിക്ക് മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിക്ക് മൂത്താപ്പാനെ രക്ഷിക്കാൻ കഴിയില്ല. മോളെ ഫാത്തിമ, നീ എന്റെ ജീവന്റെ ജീവനാണ് മോളെ, പക്ഷേ നരകത്ത് നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ഫാത്തിമ എനിക്ക് കഴിയില്ല. അന്തർത്തുക്കും നാറം തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു എന്ന് സൂറത്തുൽ ലൈലിലെ 14 അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. ആ നരകം അത് നമുക്ക് വർണ്ണിക്കാനാവാത്ത തീജ്വാലയാണ്. ആ നരകത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗസ്ഥനാവുക എന്നത് വലിയ കാര്യമാണ്. സഹോദരി സഹോദരന്മാരെ, അതിന് അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ, അപ്പം ഞാനൊക്കെ ഈ ദ്വീപിലേക്ക് വരുമ്പോൾ എന്നെക്കുറിച്ച് ചില ക്ലിപ്പിക്കൊക്കെ സമസ്തക്കാരിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പല വിഷയത്തിലും. ഇൻഷാ അല്ലാഹ് നാളെ മുഖാമുഖത്തിൽ അത് വിവരിക്കും. നിങ്ങളെല്ലാവരും നല്ല പബ്ലിസിറ്റി ഇനിയും കൊടുക്കുക. എത്ര ആളെ, അതായത് ഇവിടെ ഇത് കേട്ട മുജാഹിദുകൾ ഇല്ലെങ്കിൽ പോലും പുതിയ പുതിയ ആളുകൾ ഇത് കേൾക്കട്ടെ, അങ്ങനെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അങ്ങനെ കേൾക്കുമ്പോഴാണ്, കേൾക്കരുത് എന്ന് ചിലപ്പോൾ ഖുതുബയിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കേൾക്കരുത്, പോകരുത്. അപ്പൊ തന്നെ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? സത്യത്തിൽ എന്താ പറയണ്ടത്? അവർ പിഴച്ചവരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ചെന്ന് കേട്ടോളൂ എന്നല്ലേ പറയണ്ടേ?
പോയി നമ്മൾ പറയാണ് അയാൾക്കൊരു കാലില്ല, അയാൾക്കൊരു കാലില്ല, ആ ആളെ ആ നാട്ടുകാർ കണ്ടിട്ടില്ല, അയാൾക്കൊരു കാലില്ല. അപ്പൊ ഉസ്താദ് ഇങ്ങനെ കാലില്ല കാലില്ല എന്നാ പറയും. അപ്പൊ ഉസ്താദ് പറയണ്ടേ, ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായി, പോയി നോക്കി അയാളൊന്ന് എഴുന്നേപ്പിച്ച് നിർത്തി, അയാൾക്ക് കാലില്ല, അൽഹംദുലില്ലാ ഉസ്താദ് പറഞ്ഞത് സത്യമാണ്. അതുപോലെ നിങ്ങൾ എന്താ വേണ്ടത്? ഇവര് പിഴച്ചോരാണ്, ശരി, ഓലെ പിഴവെന്താ ഞങ്ങളൊന്ന് പോയി കേട്ട് നോക്കട്ടെ, ഓലെ എന്താ ഉസ്താദെ പിഴച്ച്? ആ ഞങ്ങൾക്ക് ഉറപ്പായി ഉസ്താദെ നിങ്ങൾ പറഞ്ഞത് ശരിയാ. അങ്ങനല്ലേ ആണുങ്ങൾ ചെയ്യുക. ഞങ്ങൾ പറയണത് എന്താ അറിയോ? ഞങ്ങൾ പറയണത് പോരുതെന്നല്ല, കേൾക്കൂ, ചിന്തിക്കൂ, പരസ്പരം ചർച്ച ചെയ്യൂ, പഠിക്കൂ. നിങ്ങൾ 100 ആള്, അങ്ങനെ പറയും, 100 സഖാഫിമാർ ഈ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചാൽ ഞങ്ങളുടെ ഒരു പണ്ഡിതൻ 1 മണിക്കൂർ പ്രസംഗിച്ചാൽ മതി. ആ 100 മണിക്കൂർ പോലും പ്രസംഗിച്ച ഈ കടലിന്റെ ആഴക്കടലിൽ പോയി പതിക്കും. ഞങ്ങൾ 2 ആയത്ത് ഉദ്ധരിച്ച് വയലെറിഞ്ഞാൽ മതി, അവൾക്ക് പിന്നെ അതിന്റെ മുകളിൽ തല ഉയർത്താൻ കഴിയില്ല. അതുകൊണ്ട് അത്ര ചാങ്കുറപ്പോടു കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ? സ്വർഗം നമുക്ക് വേണ്ടി അല്ലാഹ് സൃഷ്ടിച്ചു. ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മതാ പരിപാലകർക്ക് സ്വർഗമുണ്ട്, അല്ലെങ്കിൽ നരകമായി പോകും. അതുകൊണ്ട് അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാനും എന്നിട്ട് ബാത്തിലിനെ ഉപേക്ഷിക്കാനും ഹക്കിനെ പുണരാനും അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഈ സമ്മേളനം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മേളനമായി മാറുമാറാകട്ടെ. ഇതാര് കേട്ടാലും ഇല്ലെങ്കിലും ഇതിന് കൂലിയുണ്ട്, ഇതിന് വിജയമുണ്ട്. അത് അള്ളാഹ് ഓഫർ ചെയ്തതാണ്. ഇഖ്ലാസ് ചോർന്നു പോകാതെ നാം അത് കാത്തു സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നാളെ നേരത്തെ പള്ളിയിൽ വരിക, എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുക, നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ തുടർച്ചയായിട്ട് പങ്കെടുക്കുക, എല്ലാവരും നല്ല ആക്റ്റീവ് ആകുക. ഇത് മാത്രമായിരിക്കും ആഖിറത്തിലേക്ക് നമ്മുടെ മുതൽക്കൂട്ട്. ഒന്നും പാഴാകാതെ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ. കടമത്സരം നടത്തുന്നവർ സ്വർഗത്തിനു വേണ്ടി കടമത്സരം നടത്തട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നന്മ നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തുജ്ഇൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലിൽ ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.